ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്ന ഈ വചന കൂടാരത്തിൽ ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളോട് എന്താണ് പങ്കുവെക്കേണ്ടത് എന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ആലോചന ചോദിച്ചപ്പോൾ കർത്താവ് നൽകിയ സന്ദേശം പരിശുദ്ധ കുർബാനയെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാനാണ്. ഈ ഒരു മണിക്കൂറിൽ കർത്താവ് അവിടുത്തെ സ്നേഹം ഒഴുക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ സ്നേഹം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ വചന കൂടാരത്തിലേക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സാന്നിധ്യവും കർത്താവ് അയക്കാൻ പോകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നോ? നിങ്ങൾ വിശ്വസിക്കുന്നോ? കർത്താവ് എന്നെ സ്നേഹത്തോടെ അനേകം തവണ തൊട്ടിട്ടുണ്ട്. ദേ ഇപ്പോൾ വീണ്ടും അവിടുന്ന് സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിക്കാൻ പോകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നോ? വലതുകരം ഉയർത്തി ഒന്ന് കൈവീശി കാണിച്ചേ, ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആമുഖങ്ങളില്ലാതെ നേരെ വിഷയത്തിലേക്ക് കയറുകയാണ്. എനിക്ക് 5 കാര്യങ്ങൾ നിങ്ങളോട് ഇന്ന് പറയാനുണ്ട്. 5 കാര്യങ്ങളിൽ ആദ്യത്തേത്, വിശുദ്ധ കുർബാനയെപ്പറ്റി ഈശോ എന്ത് പറയുന്നു. രണ്ടാമത്തേത്, വിശുദ്ധ കുർബാനയെപ്പറ്റി പിശാചിന് എന്തെങ്കിലും പറയാനുണ്ടോ. മൂന്നാമത്തേത്, വിശുദ്ധ കുർബാനയെപ്പറ്റി ശാസ്ത്രം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ. നാലാമത്തേത്, ചില പ്രായോഗികമായ ന്യായങ്ങൾ, എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ നമ്മൾ അത്രമേൽ വിലമതിക്കേണ്ടത്. അഞ്ചാമതായി, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം അനുവദിക്കുന്നത് പോലെ അത് പോകട്ടെ. നമുക്ക് ഒന്നാമത്തെ കാര്യത്തിലേക്ക് കയറാം. ഒന്നാമത്തെ കാര്യം ഇതാണ്, വിശുദ്ധ കുർബാനയെ പറ്റി ഈശോ എന്താണ് പറഞ്ഞിട്ടുള്ളത്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എനിക്കെല്ലാവരെയും കാണാൻ പറ്റുന്നില്ല, എന്നാലും ഞാനൊരു ഊഹം വെച്ചങ്ങ് പറയുകയാണ്. ഒന്നാമത്തേത് ഇതാണ്, ഈശോ എന്താണ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഈശോ പറഞ്ഞത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന വചനഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളെ താഴെ പറയുന്ന വിധത്തിൽ വിഭജിക്കാം. ക്ലാസ്സാണ്, അതുകൊണ്ട് എല്ലാം ഇങ്ങനെ വിഭജിച്ച് പോകും കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗം ഞാൻ പറയും. നിങ്ങൾ സ്കൂളിലൊക്കെ ഏറ്റു പറയുന്നത് പോലെ ഇവിടെ ഏറ്റു പറയണം. ഞാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഓക്കെ. ഒന്നാമത്തെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗം, യേശു അപ്പം വർദ്ധിപ്പിക്കുന്നു. ഉറക്കെ പറഞ്ഞേ, ഇതിനോട് ഉറക്കെ പറഞ്ഞേ. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗം, യേശു അപ്പം വർദ്ധിപ്പിക്കുന്നു. 2-ാം ഭാഗം, യേശു വെള്ളത്തിന്റെ മീതെ നടക്കുന്നു. ഉറക്കെ പറഞ്ഞോ, ചത്തി പറഞ്ഞേ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗം, യേശു അപ്പം വർദ്ധിപ്പിക്കുന്നു. 2-ാം ഭാഗം 3, ഈശോ പറയുന്നു, ഞാനാകുന്നു ജീവന്റെ അപ്പം. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഇതാണ് ഈശോ പറഞ്ഞ 3-ാമത്തെ കാര്യം. അത് നിങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ഞാനാണ് ജീവന്റെ അപ്പം. ഈശോ പറയുന്നു, ഞാനാണ് ജീവന്റെ അപ്പം. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1-ാം ഭാഗം, ഉറങ്ങല്ലേ, ഉറക്കെ പറ, യേശു അപ്പം വർദ്ധിപ്പിക്കുന്നു. 2, യേശു വെള്ളത്തിന്റെ മീതെ നടക്കുന്നു. 3, ഈശോ പറയുന്നു, ഞാനാണ് ജീവന്റെ അപ്പം. 4, ഈശോ പറഞ്ഞത് കേട്ട് ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ കേൾവിക്കാരുടെ പ്രതികരണം. അവർ കൂട്ടം കൂട്ടമായി ഇറങ്ങിപ്പോകുന്നു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, കേൾവിക്കാരുടെ പ്രതികരണം. അതാണ് 4-ാമത്തേത്. ഉറക്കെ പറഞ്ഞേ. അപ്പോ യോഹന്നാൻ 6, 1-ാം ഭാഗം, ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ഉറക്കെ പറയണം. യേശു അപ്പം വർദ്ധിപ്പിക്കുന്നു. 2, യേശു വെള്ളത്തിന്റെ മീതെ നടക്കുന്നു. 3, ഈശോ പറയുന്നു, ഞാനാണ് ജീവന്റെ അപ്പം. 4, കേൾവിക്കാരുടെ പ്രതികരണം. 5, ഈശോ തന്റെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു. 5, ഉറക്കെ പറ, ഈശോ തന്റെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വെള്ളം പോലെ പഠിച്ചിട്ടേ നമ്മൾ ഇന്ന് ഇവിടുന്ന് പോകുന്നുള്ളൂ.
അപ്പൊ ഒന്നാം ഭാഗമാണത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 5 ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മളൊന്ന് ഒരുമിച്ച് ഉറക്കെ പറയാൻ പോവുകയാണ്. വചനം ഗ്രഹിച്ച് കഴിയുമ്പോൾ തന്നെ ദൈവവചനത്തിന്റെ ശക്തി ഓരോ ഹൃദയത്തിലേക്കും കയറും. അതുകൊണ്ട് എത്ര ശ്രദ്ധയോടെ വചനം കേൾക്കുന്നോ അത്ര കൃപ നിങ്ങളുടെ ഹൃദയത്തിൽ നിറയുകയാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ഇരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 5 ഭാഗങ്ങൾ. 1, യേശു അപ്പം വർദ്ധിപ്പിക്കുന്നു. 2, 3, ഈശോ പറയുന്നു ഞാനാണ് ജീവന്റെ അപ്പം. 4, കേൾവിക്കാരുടെ പ്രതികരണം. 5 പോയോ? 5, ഈശോ വീണ്ടും തന്റെ നിലപാട് വ്യക്തമാക്കുന്നു. 5 കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഈ 5 കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് പോകാം. ഒന്നാമത്തേത്, ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നു. ഉറക്കെ പറഞ്ഞേ, ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നു. എത്ര അപ്പം? 5. എത്ര ആളുകൾ? 5000. ആര്? 5000. ആര്? പുരുഷന്മാർ. ഏത് കേരളത്തിലെ കൺവെൻഷൻ പന്തലിലെ കണക്ക് വെച്ചാലും 5000 പുരുഷന്മാർ വന്നാൽ എത്ര ആയിരം സ്ത്രീകൾ വരും? ഡെഫിനറ്റ് ആയിട്ട് 10000 വരും, ഇല്ലേ? ഈ കൺവെൻഷൻ പന്തലിലെ കണക്ക് വെച്ചാലും 5000 ചേട്ടന്മാർക്ക് 5000 ചേച്ചിമാർ. അതാണ് സുവിശേഷ പന്തലുകളിലെ കണക്ക്. അങ്ങനെയാണെങ്കിൽ 5000 പുരുഷന്മാർ വന്നെടുത്ത് എത്ര ആയിരം സ്ത്രീകൾ നിശ്ചയമായും വന്നിട്ടുണ്ടാവും? 10000 അധികം 5000 സമം 15000. 15000 മാതാപിതാക്കൾ വന്നാൽ മിനിമം 10000 കുട്ടികളെ കൊണ്ടുവരില്ലേ? കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ എത്രയായി? 25000. അപ്പോ ഏതാണ്ട് 400,000 ആളുകൾ യേശുവിന്റെ പ്രഭാഷണം കേൾക്കാൻ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു വലിയ സംഗമ സ്ഥാനത്ത് കർത്താവ് അപ്പം വർദ്ധിപ്പിക്കുകയാണ്. 5 അപ്പം. എത്ര ആയിരമോ ആയിക്കൊള്ളട്ടെ, ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ആ ഒറ്റ കാര്യം ഇതാണ്: അപ്പം വർദ്ധിപ്പിച്ചതിന്റെ പൊരുൾ എന്താണ്? വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. അവർ ഒറ്റ കാര്യം മറന്നുപോയാൽ ഇന്നിനി ഞാൻ പറയുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഈശോ അപ്പം വർദ്ധിപ്പിച്ചതിന്റെ പൊരുൾ എന്താണ്? പൊരുൾ ഇത്രയേ ഉള്ളൂ. ഈശോ പറയുകയാണ്, മക്കളെ, നിങ്ങൾ ഒരപ്പം എൻ്റെ കയ്യിൽ എടുത്തു വെച്ച് തന്നാൽ, നിങ്ങൾ ഒരപ്പം എൻ്റെ കയ്യിലേക്ക് തന്നാൽ എനിക്ക് ആ അപ്പത്തെ എനിക്കിഷ്ടമുള്ളതുപോലെ മാറ്റാൻ പറ്റും എന്നതാണ് അപ്പം വർദ്ധിപ്പിച്ച സംഭവത്തിന്റെ പൊരുൾ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം വർദ്ധിപ്പിച്ച സംഭവത്തിന്റെ പരമാർത്ഥം ഇതാണ്. ഈശോ പറയുകയാണ്, മക്കളെ, നിങ്ങൾ ഏത് കാലത്ത്, ഏത് നൂറ്റാണ്ടിൽ, ഏത് സ്ഥലത്ത്, എവിടെയും വെച്ച് നിങ്ങൾ എൻ്റെ കയ്യിലേക്ക് ഒരപ്പം വെച്ച് തന്നാൽ ഞാൻ ആ അപ്പത്തെ എനിക്കിഷ്ടമുള്ളതുപോലെ കൺവേർട്ട് ചെയ്യും. അത് ചെയ്യാൻ കഴിവുള്ളവനാണ് ഞാൻ. ഇതാണ് അപ്പം വർദ്ധിപ്പിച്ച സംഭവത്തിന്റെ പൊരുൾ. 5 അപ്പത്തെ എനിക്ക് 5000 ആക്കാം, 10000 ആക്കാം, പിന്നീട് 7 അപ്പത്തെ 4000 ആക്കി മാറ്റാം. ഇങ്ങനെ കർത്താവിന്റെ കയ്യിലേക്ക് അപ്പം വെച്ചു കൊടുത്താൽ ആ അപ്പത്തെ രൂപാന്തരപ്പെടുത്താനുള്ള കഴിവുണ്ട് എന്നതാണ് 1-ാം ഭാഗത്തിന്റെ അർത്ഥം. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ യോഹന്നാൻ, ശ്രദ്ധിക്കുന്നുണ്ടോ? യോഹന്നാൻ 6-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗത്തിന്റെ അർത്ഥം ഇതാണ്. ഈശോ നമ്മോട് പറയുകയാണ്, മക്കളെ, എന്നെ കേട്ടു നിൽക്കുന്ന മക്കളെ, നിങ്ങളോട് ഈശോ പറയുകയാണ്, മക്കളെ, നിങ്ങൾ എൻ്റെ കയ്യിൽ ഒരപ്പം വെച്ച് തന്നാൽ ഞാൻ സർവശക്തനായ ദൈവമായതുകൊണ്ട് എനിക്ക് ഈ അപ്പത്തെ എനിക്കിഷ്ടമുള്ളതുപോലെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നോ? എന്ന് ഉറക്കെ പറ ഹല്ലേലൂയാ. 2, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗമാണ്. ഈശോ വെള്ളത്തിന്റെ മീതെ നടക്കുന്നു. ഇത് വളരെയേറെ ശ്രദ്ധിക്കണം. ഈശോ വെള്ളത്തിന്റെ മീതെ നടക്കുന്നു. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കണമെങ്കിൽ ആ വസ്തുവിന് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ പറ്റുന്ന തരത്തിൽ ശാരീരിക വ്യത്യാസങ്ങൾ വരുത്തണം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന്റെ കാരണം, വെള്ളത്തിൽ മുങ്ങാത്തതിന്റെ കാരണം, വെള്ളത്തിൽ മുങ്ങാതിരിക്കാൻ പറ്റിയ ശാരീരിക വ്യത്യാസം വള്ളത്തിൽ വരുത്തിയത് കൊണ്ടാണ്, തടിക്കഷണത്തിൽ വരുത്തിയത് കൊണ്ടാണ് അത് വള്ളമായി മാറിയതും വെള്ളത്തിൽ മുങ്ങാത്തതും. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു വസ്തു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കണമെങ്കിൽ ആ വസ്തുവിന്റെ ശരീരത്തിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ പറ്റുന്നത് പോലെ ഒരു മാറ്റം വരണം. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന്റെ കാരണം വള്ളത്തിന് വന്ന മാറ്റമാണോ വെള്ളത്തിന് വന്ന മാറ്റമാണോ? ഉറക്കെ പറ. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് വള്ളത്തിന് മാറ്റം വന്നത് കൊണ്ടാണോ വെള്ളത്തിന് മാറ്റം വന്നത് കൊണ്ടാണോ? ഉറപ്പാണല്ലോ, വള്ളത്തിനാണല്ലോ മാറ്റം വന്നത്. അങ്ങനെയാണെങ്കിൽ ഈശോ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു.
ഈശോ താണുപോയില്ല. ആർക്കാണ് മാറ്റം വന്നത്? ഈശോയ്ക്കാണോ വെള്ളത്തിനാണോ? പറ. ഈശോയ്ക്കാണ്, നിശ്ചയമായിട്ടും ഈശോയ്ക്കാണ്. കാരണം അതേ വെള്ളത്തിൽ ഒരു നാഴികയ്ക്ക് ശേഷം പത്രോസ് താഴുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ, വെള്ളത്തിൽ താണുപോകാതിരിക്കാൻ ഈശോയ്ക്ക് കഴിഞ്ഞതിന്റെ പിന്നിലെ കാരണം ഇതാണ്. ഈശോയുടെ ശരീരത്തിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ പറ്റുന്നത് പോലെ എന്തോ മാറ്റം സംഭവിച്ചു. എന്നെ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ അത്ഭുതത്തിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈശോ പറയുകയാണ്, മക്കളെ, എനിക്ക് എന്റെ ശരീരത്തെ എനിക്കിഷ്ടമുള്ളതുപോലെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ. ചത്തി പറഞ്ഞേ ഹാലേലുയാ. അപ്പൊ ഒന്നാമത്തെ അത്ഭുതം ചെയ്തതിലൂടെ ഈശോ പറഞ്ഞു, നിങ്ങൾ എന്റെ കയ്യിലേക്ക് ഒരപ്പം വെച്ച് തന്നാൽ ഞാൻ ആ അപ്പത്തെ എനിക്കിഷ്ടമുള്ളതുപോലെ മാറ്റും. രണ്ടാമത്തെ അത്ഭുതം ചെയ്തുകൊണ്ട് ഈശോ തന്റെ കാണികളോടും കേൾവിക്കാരോടും പറയുകയാണ്, നിങ്ങൾ എന്റെ കയ്യിലേക്ക്, നിങ്ങൾ എന്നെ നോക്കുക, എനിക്ക് എന്റെ ശരീരത്തെ എനിക്കിഷ്ടമുള്ളതുപോലെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. രണ്ട് കരങ്ങൾ ഉയർത്തിയെന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. കൈ ഉയർത്തിയെന്ന് കൈയടിച്ച് നന്നായിട്ട് ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ജ്ഞാനം യഥാർത്ഥമായി നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞാൽ ഈ നിമിഷം നിങ്ങളുടെ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപിക്കും. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് കർത്താവ് പറയുകയാണ്, കർത്താവിന് അപ്പത്തെ മാറ്റാൻ പറ്റും, കർത്താവിന്റെ ശരീരത്തെയും മാറ്റാൻ പറ്റും. ഇത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും ചെയ്ത് കാണിച്ചിട്ടാണ് യേശു അന്ത്യത്താഴമേശയിൽ വെച്ച് അപ്പം എടുത്തിട്ട് പറഞ്ഞത്, ഇത് എന്റെ ശരീരം. ഈശോയ്ക്ക് അപ്പത്തെയും കൺവേർട്ട് ചെയ്യാൻ പറ്റും, ശരീരത്തെയും മാറ്റാൻ പറ്റും. അപ്പത്തെയും ശരീരത്തെയും മാറ്റാൻ കഴിവുണ്ടെന്ന് പ്രത്യക്ഷമായി, പ്രകടമായി കണ്ടുനിന്ന മനുഷ്യരുടെ മുമ്പിൽ യഥാർത്ഥമായി തെളിയിച്ചിട്ട് ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എന്റെ ശരീരം ഭക്ഷിക്കാൻ തരാൻ പോവുകയാണ്. അപ്പൊ ആളുകൾ ഇങ്ങനെ ചിന്തിച്ചു, യേശുവിന് എങ്ങനെയാണ് യേശുവിന്റെ ശരീരം ഭക്ഷിക്കാൻ തരാൻ പറ്റുന്നത്? ഞങ്ങൾ എങ്ങനെയാണ് അവന്റെ പച്ച ശരീരം, പച്ച ചോര കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത് എന്ന് സംശയിച്ചു നിന്ന ജനത്തോട് ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്ന എന്റെ ശരീരം ഈ അപ്പമാണ്, ഈ അപ്പമാണ് എന്റെ ശരീരം. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞ ഈശോയാണ് സെയ്യോൻ മാളികയിൽ വെച്ച് പാനപാത്രങ്ങളുടെ കണ്ണുനീര് പെയ്ത ആ സന്ധിയിൽ, മരണത്തിന്റെ തലേരാത്രിയിൽ ഈശോ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ശിഷ്യന്മാരുടെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, മക്കളെ, ഇത് എന്റെ ശരീരം, ദിസ് ഈസ് മൈ ബോഡി. നമ്മളിത് സംശയിക്കേണ്ട കാര്യമുണ്ടോ? ഈശോയ്ക്ക് അപ്പത്തെയും മാറ്റാൻ പറ്റും, ഈശോയ്ക്ക് തന്റെ ശരീരത്തെയും മാറ്റാൻ പറ്റും. അപ്പത്തെയും ശരീരത്തെയും മാറ്റാൻ കഴിവുണ്ടെന്ന് തെളിയിച്ച ഈശോ പറഞ്ഞു, ഈ അപ്പം എന്റെ ശരീരമാണ്. ചേർന്ന് പറയാ ഹല്ലേലൂയാ. ചെത്തി പറയാ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈശോ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, മൂന്ന് കാര്യം പറഞ്ഞു. ഈശോ അപ്പത്തിൽ മാറ്റം വരുത്തി, ഈശോ ശരീരത്തിൽ മാറ്റം വരുത്തി. മൂന്നാമതായിട്ട് ഈശോ പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം, നിങ്ങൾ എന്റെ ശരീരം ഭക്ഷിക്കണം, എന്റെ രക്തം പാനം ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾ മരിക്കും, ഇത് ചെയ്താൽ നിങ്ങൾ ജീവിക്കും. ഇത്രയും മനസ്സിലായോ? ഇത് കേട്ടപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റു. കഫർനാമിലെ സിനഗോഗിൽ വെച്ച് ഈശോ ഇത് പറയുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന കേൾവിക്കാരിൽ ഒരു മഹാഭൂരിപക്ഷം, ഒരു മൃഗീയ ഭൂരിപക്ഷം, എ വാസ്റ്റ് മജോറിറ്റി ഓഫ് പീപ്പിൾ അവരെഴുന്നേറ്റിട്ട് ശ്രദ്ധിക്കണേ, അവരെഴുന്നേറ്റിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് ആർക്ക് മനസ്സിലാവും? ഇതാർക്ക് ഗ്രഹിക്കാൻ പറ്റും? ഈ വചനങ്ങൾ കഠിനമാണ്. ഇത് പറഞ്ഞുകൊണ്ട് ബൈബിൾ ഇപ്രകാരം പറയുന്നു, അവർ അവനിൽ ഇടറി, അവർ കൂട്ടം കൂട്ടമായി എഴുന്നേറ്റു, അവർ യേശുവിന്റെ കൺമുമ്പിൽ നിന്ന് പുറത്തേക്ക് പോയി. വചനം ഇപ്രകാരം അവരെ കുറിച്ച് പറയുന്നു, പിന്നീട് ഒരിക്കലും അവർ യേശുവിന്റെ പിന്നാലെ നടന്നില്ല. എന്നെ ശ്രദ്ധിക്കണം, ഞാൻ പ്രധാനപ്പെട്ട ഒരു മർമ്മം നിങ്ങളോട് പറയാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റിട്ട് അവർ കൂട്ടം കൂട്ടമായി, ഇതാർക്ക് ഗ്രഹിക്കാൻ പറ്റും, ഇത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ മുന്നിൽ നിന്ന് കൂട്ടം കൂട്ടമായി ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഈ കാഴ്ച കണ്ട് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ആള് ആ കൺവെൻഷന്റെ കൺവീനറായ പത്രോസ് ആയിരിക്കും. കാരണം എന്താണ്? ഇത്രയും ആളുകൾ വന്ന ഒരു മഹാസമ്മേളനത്തിൽ നല്ല ഒന്നാം തരം ഒരു സ്തോത്ര കാഴ്ച കിട്ടുമെന്ന് ഈ കൺവീനർ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കൂട്ടം കൂട്ടമായിട്ട് ആളുകൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഈ മനുഷ്യർ ഇറങ്ങിപ്പോകുന്നത് കണ്ടുകൊണ്ട് നിർനിമേഷനായി നിൽക്കുന്ന ഈശോയെ നിങ്ങൾ കാണുക. അങ്ങനെ നോക്കി നിൽക്കുന്ന കർത്താവിന്റെ അടുത്ത് വന്ന് പത്രോസും ബാക്കി 11 ശിഷ്യന്മാരും വിഷാദം നിറയുന്ന കണ്ണുകളോടെ യേശുവിനെ നോക്കുമ്പോൾ ആ നോട്ടത്തിന്റെ അർത്ഥം ഇതാണ്: കർത്താവേ, ദേ ആളുകൾ ഇറങ്ങിപ്പോകുന്നു, അവരെ പറഞ്ഞു വിടരുത്, തിരിച്ചു വിളിക്കുക, അവരെ മടക്കി അയക്കരുത്. ഇത്രയും ആളുകൾ വന്നത് ആദ്യമായിട്ടാണ്. ലക്ഷക്കണക്കിന് പേർ നിന്നെ കേൾക്കാൻ വരുന്ന ഒരു നേരത്ത് അവരെ മടക്കി അയക്കരുത് എന്ന് സങ്കടങ്ങൾ സ്ഫുരിക്കുന്ന മുഖഭാവത്തോടെ കണ്ണുകളോടെ യേശുവിനെ നോക്കുന്ന സമയത്ത് ഈശോ ഇപ്രകാരം പറയുന്നു: വേണമെങ്കിൽ നിങ്ങളും പൊയ്ക്കൊള്ളുക. ശ്രദ്ധിച്ചു കേൾക്കണം, ആരോടാണ് ഇത് പറയുന്നത്? ഇത് പറയുന്നത് സഭാചരിത്രത്തിലെ ആദ്യത്തെ മാർപ്പാപ്പയോടാണ്. ഇത് പറയുന്നത് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ക്രിസ്തു ഭരമേൽപ്പിച്ച പത്രോസ്ലീഹായോടാണ് പറയുന്നത്: വേണമെങ്കിൽ നിങ്ങളും പൊയ്ക്കൊള്ളുക. ശ്രദ്ധിച്ചു കേൾക്കുക പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കാഴ്ചപ്പാട് എന്താണ്? ഈശോയുടെ കൺമുമ്പിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങിപ്പോയാൽ യേശുവിന്റെ സ്വഭാവം അനുസരിച്ച് യേശു എന്ത് ചെയ്യും? ലൂക്കാ 15, 100 ആടുകളുള്ളൊരിടയൻ, അതിൽ ഒരെണ്ണം ഇറങ്ങിപ്പോയാൽ 99 മരുഭൂമിയിൽ അലയാൻ വിട്ടിട്ട് കാണാതെ പോയ ആടിന്റെ പിന്നാലെ അലയുന്ന ഇടയനാണ് ഈശോ. 99 നീതിമാന്മാരെയും വിട്ട് ഇറങ്ങിപ്പോയതിന്റെ പിന്നാലെ അലയുന്നവനാണ്. ശ്രദ്ധിച്ചിട്ടെ, ഈശോ ഇവിടെ എന്താണ് ചെയ്തത്? കൂട്ടം കൂട്ടമായി ഇറങ്ങിപ്പോയ ആളുകളെ ഒരാളെങ്കിലും ഈശോ പിന്നാലെ ചെന്ന് തിരിച്ചു വിളിക്കുന്നതായി നിങ്ങൾ വേദപുസ്തകത്തിന്റെ വരികൾക്കിടയിൽ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കത് ബൈബിളിൽ കാണാൻ പറ്റില്ല. ഈശോ എന്റെ ശരീരം ഭക്ഷിക്കണം, എന്റെ രക്തം പാനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് മനസ്സിലാവാതെ ഇറങ്ങിപ്പോയ ആരെയും യേശു തിരിച്ചു വിളിച്ചില്ല എന്ന് മാത്രമല്ല പത്രോസിനോടും ശിഷ്യന്മാരോടും പറയണം: വേണമെങ്കിൽ നിങ്ങളും പൊക്കൊള്ളുക. എന്താണ് ഇതിന്റെ അർത്ഥം? ശ്രദ്ധിച്ചു കേട്ടെ, എന്താണ് ഇതിന്റെ അർത്ഥം? സഭാചരിത്രത്തിലെ ആദ്യത്തെ വിഭജനം നടന്നത്, സഭയിൽ നിന്ന് ആളുകൾ ആദ്യമായി ഇറങ്ങിപ്പോയത് 15-ാം നൂറ്റാണ്ടിലല്ല, 6-ാം നൂറ്റാണ്ടിലല്ല, 20-ാം നൂറ്റാണ്ടിലല്ല. പ്രിയപ്പെട്ടവരെ, സഭാചരിത്രത്തിലെ ആദ്യത്തെ വിഭജനം നടന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതലുള്ള തിരുവചന ഭാഗത്താണ്. കൂട്ടം കൂട്ടമായി ആളുകൾ ഇറങ്ങിപ്പോയത് വളരെ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടെ. എന്തു പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ്? ഈശോ സാക്ഷാൽ ദൈവപുത്രൻ, സാക്ഷാൽ യേശു വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൂട്ടം കൂട്ടമായി സഭയിൽ നിന്ന് ആദ്യമായി ആളുകൾ ഇറങ്ങിപ്പോയത്. അത് അന്ന് തുടങ്ങിയത് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. പക്ഷെ ഈശോയുടെ കാഴ്ചപ്പാട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈശോ കുർബാനയെ കുറിച്ച് പറഞ്ഞത് മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ ഒരാളെ പോലും ഈശോ തിരിച്ചു വിളിക്കാൻ യേശു അവരുടെ പിന്നാലെ പോയില്ല. എന്റെ ഒന്നാമത്തെ ആശയം ഇതാണ്. കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്: വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് ഒരു കോംപ്രമൈസിന് കർത്താവ് തയ്യാറല്ല. ചേർന്ന് പറയാ ഹല്ലേലൂയാ, ഉച്ചത്തി പറയാ ഹല്ലേലൂയാ. 130 കോടി കത്തോലിക്കരിൽ 129 കോടിക്കും വിശുദ്ധ കുർബാനയുടെ അർത്ഥം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈശോ ഈ വിഷയത്തിൽ വെള്ളം ചേർക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഈശോയുടെ കാഴ്ചപ്പാട്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ലോകത്താര് സഭ വിട്ടുപോയാലും, ലോകത്താരിറങ്ങിപ്പോയാലും ഈ വിഷയത്തിൽ വെള്ളം ചേർക്കാൻ യേശു തയ്യാറല്ല. കാരണം ഇത് ഒന്നാം പാഠമാണ്. ഇത് ഗ്രഹിക്കാത്തവന് യേശുവിനെ സംബന്ധിക്കുന്ന യാതൊരു ആത്മീയ ജ്ഞാനവും ഗ്രഹിക്കാൻ പറ്റില്ലെന്ന് യേശുവിന് അറിയാവുന്നത് കൊണ്ടാണ് യേശു അവരിറങ്ങിപ്പോകുമ്പോൾ മിണ്ടാതെ നിന്നത്. അവർ പിന്നീട് ഒരിക്കലും യേശുവിനെ അനുഗമിച്ചില്ല എന്ന് നമ്മൾ വായിക്കുന്നു. നിങ്ങൾ ഇരുന്നു കൊണ്ട് തന്നെ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ കാര്യം, ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് അഭിഷേകമായി മാറണം. കണ്ണുകൾ അടച്ചുകൊണ്ട്, കരങ്ങൾ നിങ്ങളുടെ മടിയിൽ തുറന്നു പിടിച്ചുകൊണ്ട് നിങ്ങൾ ഉച്ചത്തിൽ സ്തുതിക്കുക. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് സ്തുതിച്ച എല്ലാ മക്കളും, കർത്താവേ പരിശുദ്ധാത്മാവിനെ അയക്കണമേ, ദൈവിക ജ്ഞാനം നൽകണമേ കർത്താവേ. ജ്ഞാനം 7-ൽ സോളമൻ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് ജ്ഞാനം തരണമേ, ഞങ്ങൾക്ക് ബോധ്യങ്ങൾ തരണമേ, തെറ്റായ കാഴ്ചപ്പാടുകളെ നീക്കിക്കളയണമേ. നിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും വിലയറിയാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. അടിമത്തങ്ങളിലും അന്ധകാരങ്ങളിലും കഷ്ടപ്പാടുകളിലും കണ്ണുനീരുകളിലും കഴിയുന്ന മക്കളുടെ മേൽ സ്വർഗത്തിന്റെ കരുണ വർഷിക്കണമേ. ഹൃദയം തുറന്ന് ഉച്ചത്തിൽ സ്തുതിച്ച മക്കൾ, എല്ലാ മക്കളും യേശുവേ ആരാധന ആരാധന ആരാധന, കർത്താവേ നന്ദി, ആരാധന 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 ആരാധന. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്നാമത്തെ കാര്യം ഇതാണ്: വിശുദ്ധ കുർബാന എന്ന വിഷയത്തിൽ ഈശോ
വെള്ളം ചേർക്കാൻ തയ്യാറല്ല. മനസ്സിലായോ? ഇത് ആർക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും കർത്താവ് ഈ വിഷയത്തിൽ വെള്ളം ചേർക്കാൻ തയ്യാറല്ല. 2, ഈ വിഷയത്തെപ്പറ്റി പിശാചിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്. ഏതാണ്ട് 1 വർഷം മുമ്പ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ആ വാർത്ത ഏതാണ്? കേരളത്തിലെ ഏതാണ്ട് 25ഓളം കേന്ദ്രങ്ങളിൽ സാത്താൻ ആരാധന നടക്കുന്നതായിട്ടായിരുന്നു മലയാളത്തിലെ പ്രമുഖ പത്രങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തത്. സാത്താൻ ആരാധന എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാസ്. പിശാചിനെ ആരാധിക്കുന്നവർ പിശാചിനെ ആരാധിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാനത് ചുരുക്കമായിട്ട് പറയുകയാണ്. ബ്ലാക്ക് മാസ് എന്ന് പറഞ്ഞാൽ ദേവാലയങ്ങളിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുന്ന തിരുവോസ്തി, ദേവാലയങ്ങളിൽ നിന്ന് കബളിപ്പിച്ച് കൊണ്ടുപോകുന്ന തിരുവോസ്തി സാത്താൻ ആരാധനാ കേന്ദ്രങ്ങളിൽ എത്തിപ്പെടുമ്പോൾ, സാത്താൻ ആരാധനാ കേന്ദ്രങ്ങളിൽ ബ്ലാക്ക് മാസ് എന്ന പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുവോസ്തിയെ, ഈശോയുടെ ശരീരമായി മാറിയ തിരുവോസ്തിയെ ലോകത്ത് ഏതെല്ലാം മ്ലേച്ഛതകൾ ചെയ്ത് അപമാനിക്കാൻ കഴിയുമോ ആ വിധത്തിലെല്ലാം അപമാനിക്കുന്ന ആരാധനയാണ് ബ്ലാക്ക് മാസിന്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ ഈശോയുടെ തിരുശരീരം മോഷ്ടിച്ചെടുത്ത് കൊണ്ടുപോയി അത് ഒരു മൈക്കിലൂടെ പൊതുവായി വിളിച്ചു പറയാൻ പറ്റാത്ത തരത്തിലുള്ള അപമാന കൃത്യങ്ങൾക്ക് വിധേയമാക്കി ഈശോയുടെ ശരീരത്തെ അപമാനിക്കുന്ന ആരാധന രീതി ബ്ലാക്ക് മാസിന്റെ പ്രത്യേകതയാണ്. ഞാൻ ഇത്തരം സംഘങ്ങളിൽ നിന്ന് വന്ന ചില ആളുകളെ പിന്നീട് കണ്ടുമുട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഒരു തീരപ്രദേശത്ത് സാത്താൻ ആരാധനാ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടൊരു ചെറുപ്പക്കാരൻ അവര് കൊല്ലാൻ പിന്നാലെ നടക്കുന്നു എന്ന ഭീതിയുമായിട്ട് ഒളിച്ചു താമസിച്ച ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. പിശാച് ബ്ലാക്ക് മാസിന് വേണ്ടി എന്തുകൊണ്ടാണ് തിരുവോസ്തി മോഷ്ടിച്ചെടുക്കുന്നത്? ഞാനൊരു സംഭവം പറയാം. കോഴിക്കോട് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു കോളേജിൽ ഒരു ധ്യാനം നടക്കുന്ന സമയത്ത് ഈ ധ്യാനത്തിന്റെ അവസരത്തിൽ സിസ്റ്റേഴ്സ് നിർബന്ധിച്ച് കൗൺസിലിങ്ങിന് വേണ്ടി ഒരു പെൺകുട്ടിയെ കൊണ്ടുവിട്ടു. കൗൺസിലിംഗ് നടത്തുന്ന ഒരു ചേട്ടൻ ആ ചേട്ടന്റെ അടുത്തേക്ക് കൊണ്ടുവിട്ടു. കർത്താവ് ഇങ്ങനെ ഒരു സന്ദേശം കൊടുത്തു: ഇവൾ എന്നെ വിൽക്കുന്നവളാണ്. അവളോട് ചോദിച്ചപ്പോൾ അവൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറി എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. അദ്ദേഹം അവളെ നിർബന്ധിച്ച് പിടിച്ചിരുത്തി. ഞാൻ പെട്ടെന്ന് പറയാം, സമയം കളയാതെ. ഈ സഹോദരനോട്, ഈ അങ്കിളിനോട് അവൾ ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഏതാണ്ട് ആ മാസങ്ങളായിട്ട് ദേവാലയത്തിൽ നിന്ന് തിരുവോസ്തി മോഷ്ടിച്ചെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, ദേവാലയത്തിൽ മോഷ്ടിച്ചെടുക്കുമോ? എനിക്ക് കൃത്യമായിട്ട് അറിയാം. ബാംഗ്ലൂരിൽ ധ്യാനം നടക്കുന്ന സമയത്ത് വിസ്തുർബാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ട് വിസ്തുർബാന കബളിപ്പിച്ച് കൊണ്ടുപോകുന്നു. അച്ഛന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് പെട്ടെന്നത് കണ്ടുപിടിക്കാനായിട്ടും അത് തിരിച്ചു വാങ്ങിക്കാനായിട്ടും പറ്റിയത്. കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ഭാരതത്തിലെ നഗരങ്ങളിലും ഇതുപോലെയുള്ള സംഘങ്ങളും ഏജന്റുമാരും പ്രവർത്തിക്കുന്നുണ്ട്. എന്തുമാവട്ടെ, ഈ പെൺകുട്ടി തിരുവോസ്തി മോഷ്ടിച്ചു കൊണ്ടുപോയി വിൽക്കുന്ന ഒരു ശൃംഖലയിലെ കണ്ണിയാണ്. അവളോട് അദ്ദേഹം അനേക കാര്യങ്ങൾ, അവളുടെ ജീവിതത്തിന്റെ സ്വകാര്യ മേഖലകൾ അനേക കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ അവൾക്ക് വിശ്വാസമായി. അവൾ പറഞ്ഞു, അനേക നാളുകളായിട്ട് ഞാനിത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞ വിവരം ഇങ്ങനെയാണ്: ഇത് കൊണ്ടുപോയി അവൾ വിൽക്കുമ്പോൾ അവൾക്ക് കുറെ പണത്തിന്റെ കണക്ക് പറഞ്ഞു. അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയും പൈസ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവളോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അവളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു: മോളെ, നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക. ഇത് മോഷ്ടിച്ചു കൊണ്ടുപോയി വിൽക്കുന്നത് വെറും ഒരു അപ്പമാണെന്നാണ് നിനക്ക് തോന്നുന്നതെങ്കിൽ അങ്കിള് പറയുന്നത് പോലെ ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: മോളെ, നീ ഇങ്ങനെ ചെയ്യുക. ഒരു കോൺവെന്റിന്റെ അഡ്രസ് എഴുതി, സിസ്റ്ററിന്റെ പേരെഴുതി, ഫോൺ നമ്പറും എഴുതി ഈ പെൺകുട്ടിയുടെ കയ്യിലേക്ക് ഒരു കഷണം കൊടുത്തിട്ട് പറഞ്ഞു: ഈ സിസ്റ്ററിനെ കോണ്ടാക്ട് ചെയ്താൽ നിനക്ക് 500 1000 ഓസ്തി, വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന ഓസ്തി നിനക്ക് ആ കോൺവെന്റിൽ അത് ഉണ്ടാക്കുന്നുണ്ട്. ഈ സിസ്റ്റർ എന്റെ പേര് പറഞ്ഞാൽ നിനക്ക് തരും. നീ അത് വാങ്ങിക്കൊണ്ട് നേരെ നിന്റെ വീട്ടിലേക്ക് പോവുക. കതകടച്ച് മുറി ലോക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഒരു മേശ ഒരുക്കിയിട്ട് അതിൽ ഒരു വെള്ള വിരിയൊക്കെ വിരിച്ച് അത്യാവശ്യമെങ്കിൽ 2 തിരിയൊക്കെ കത്തിച്ചു വെച്ച് കുർബാന പുസ്തകം എടുത്ത് ആദ്യത്തെ പാട്ടും പ്രാർത്ഥനയും മുതൽ അവസാനത്തെ പ്രാർത്ഥന വരെ ഒരു വരി പോലും വിടാതെ നീ പ്രാർത്ഥിക്കുക. അതിനുശേഷം 50 100 ഒക്കെയായി ഓസ്തി കൊണ്ടുപോയി നീ സാത്താൻ സേവാ സംഘത്തിന് കൊണ്ടുപോയി വിൽക്കുക എന്ന് അവളോട് പറഞ്ഞു. ഒരു സെക്കൻഡ് അവൾ ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് അവൾ ഇങ്ങനെ മറുപടി പറഞ്ഞു: അങ്കിളെ, അത് നടക്കില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ട് നടക്കില്ല? അവൾ ഇങ്ങനെയാണ് മറുപടി പറയുന്നത്: നമ്മൾ ദേവാലയത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന തിരുവോസ്തി സാത്താൻ സേവാ സംഘത്തിന്റെ കയ്യിലേക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർ ചെയ്യുന്നത് അത് ഒരു തുണിയിൽ കൂട്ടിപ്പിടിച്ച് വിസ്തുർബാന കൊണ്ടുപോയി അവരുടെ ബലിപീഠമുണ്ട്. കത്തോലിക്ക സഭയുടെ ആരാധനാ രീതിയുടെ നേരെ വിപരീതമായ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. തലകീഴായ കുരിശ്, കറുത്ത ബലിപീഠം,
പോട്ടെ. അപ്പൊ അങ്ങനെ ഈ ബലിപീഠത്തിലേക്ക് കൊണ്ടുപോയി തലയോട്ടി പോലെ ഒരു വസ്തുവുണ്ട്. അതിലിങ്ങനെ തൊട്ടു നോക്കുമ്പോ ആ പെൺകുട്ടി പറയുകയാണ്, അവർക്കറിയാം ഇത് ഒറിജിനൽ ആണോ, ഏതാണ് ഒറിജിനൽ, ഏതാണ് ഫേക്ക്, അവർക്കറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ വേണ്ടി ഒരു സാഹചര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, ഇവിടെ ബലി അർപ്പിക്കപ്പെടുകയാണ്, ഇവിടെ ഇന്ന് 100 പേര് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. 120 ഓസ്തി പാത്രത്തിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അച്ഛൻ ബലി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഓസ്തി ക്രമീകരിച്ചു വെക്കുന്ന സമയമായപ്പോൾ 100 ഓസ്തി എടുത്തു വെച്ചു. എന്നിട്ട് ബാക്കി 20 ഓസ്തി കൊണ്ടുവന്ന പാത്രത്തിൽ ബാക്കി വെച്ചു എന്ന് വിചാരിക്കുക. ബലി അർപ്പിച്ചു കഴിഞ്ഞ് നിങ്ങൾ 100 പേര് കുർബാന സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ച സാഹചര്യത്തിൽ 90 പേരെ വിശുദ്ധ കുർബാന സ്വീകരിച്ചുള്ളൂ എന്ന് വിചാരിക്കുക. ബാക്കി 10 തിരുവോസ്തി, ഈശോയുടെ ശരീരമായി മാറിയ 10 തിരുവോസ്തി മിച്ചം വന്നു എന്ന് വിചാരിക്കുക. ഈ മിച്ചം വന്ന തിരുവോസ്തി അച്ഛൻ ശ്രദ്ധയില്ലാതെ ഓർമ്മപ്പെശകിൽ നേരത്തെ കുർബാനയ്ക്ക് ഉപയോഗിക്കാതെ മാറ്റിവെച്ച ഓസ്തിയും ഈ തിരുവോസ്തിയും തമ്മിൽ ഒരു പാത്രത്തിലിട്ടു എന്ന് വിചാരിക്കുക. എന്റെ ചോദ്യം ഇതാണ്, സാധാരണ സാഹചര്യത്തിൽ, ഞാൻ അബ്നോർമൽ സിറ്റുവേഷൻ, അസാധാരണ സാഹചര്യം അല്ല പറയുന്നത്, പരിശുദ്ധാത്മാവ് ഇടപെടുന്ന സാഹചര്യം അല്ല പറയുന്നത്, സാധാരണ മാനുഷിക സാഹചര്യത്തിൽ തിരുവോസ്തിയും തിരുവോസ്തിയാകാത്ത സാധാരണ ഓസ്തിയും തമ്മിൽ ഒരു വൈദികൻ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്തിട്ടാൽ ബലിയർപ്പിച്ച വൈദികന് പോലും ഒറ്റ നോട്ടത്തിൽ പ്രകടമായ കാഴ്ചയിൽ ഏതാണ് തിരുവോസ്തി ഏതാണ് തിരുവോസ്തി അല്ലാത്തതെന്ന് തിരിച്ചറിയാൻ പറ്റുമോ? സാധാരണ സാഹചര്യം നിങ്ങൾ പറഞ്ഞാൽ മതി. തിരിച്ചറിയാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ബലിയർപ്പിക്കാത്ത ഓസ്തി കോൺവെന്റിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുപോയി പ്രാർത്ഥനകളൊക്കെ ചൊല്ലി കൊണ്ടുപോയി കൊടുത്താൽ, എന്റെ ചോദ്യം ഇതാണ്, സാത്താനെ ആരാധിക്കുന്നവർക്ക് എങ്ങനെ അറിയാം ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ? ആ പെൺകുട്ടി പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അവർ നേരെ കൊണ്ടുപോയി തലയോട്ടി പോലെ ഒരു വസ്തുവിൽ തൊട്ടു നോക്കുമ്പോ ആ പെൺകുട്ടി ഇങ്ങനെയാണ് പറയുന്നത്, അവർക്കറിയാം ഏതാണ് ഒറിജിനൽ ഏതാണ് ഫേക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളുക. ഞാൻ നിങ്ങളോട് ദൂത് പറയാം. കർത്താവായ ഈശോയുടെ ബലിപീഠത്തിൽ വെച്ച് സഭയിലെ ഒരു അഭിഷിക്തൻ ബലിയർപ്പിച്ച ഓസ്തി തിരുവോസ്തിയായി മാറുമ്പോൾ ആ തിരുവോസ്തിയിൽ സത്യമായും ജീവിക്കുന്ന യേശു ഉണ്ടെന്ന് സാത്താൻ അറിയാം. സാത്താനെ ആരാധിക്കുന്നവർക്കും അറിയാം. നാവ് നീട്ടി സ്വീകരിക്കുന്ന വിശ്വാസിക്ക് അറിയാൻ പാടില്ലെങ്കിലും. ചേർന്ന് പറയാം ഹല്ലേലൂയാ. ചെത്തി പറയാം ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. സാത്താൻ സേവാ സംഘം, എന്റെ ചോദ്യം ഇതാണ്, സാത്താൻ സേവാ സംഘത്തിന് കൊണ്ടുപോയി വിൽക്കുന്ന ഓസ്തി ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് അവർക്ക് എങ്ങനെ അറിയാം? എന്റെ ഒന്നാമത്തെ ചോദ്യം. 2, ലോകത്ത് എത്രയോ മതങ്ങളുണ്ട്, ലോകത്ത് എത്രയോ മതങ്ങളുടെ ആരാധനാ രീതികളുണ്ട്, എത്രയോ മതങ്ങൾ എത്രയോ ആരാധനാ രീതികൾ ഉപയോഗിക്കുന്നു. സാത്താനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ലോകത്തെ ഒരു മതത്തിലെയും മറ്റൊരു ആരാധനാ രീതിയും അവലംബിക്കാതെ സാത്താനെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തുകൊണ്ടാണ് തിരുവോസ്തി തന്നെ മോഷ്ടിക്കുന്നത്? അതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. എന്തുകൊണ്ടാണ് തിരുവോസ്തി തന്നെ ഇവർക്ക് വേണ്ടത്? സാത്താനെ പ്രസാദിപ്പിക്കണമെങ്കിൽ തിരുവോസ്തി തന്നെ വേണമെന്ന് സാത്താന് നിർബന്ധമുള്ളത് എന്തുകൊണ്ടാണ്? അതിന് മറുപടി ഇത്രയേ ഉള്ളൂ. സാത്താൻ അറിയാം, സാത്താൻ സേവകർക്കറിയാം, ജീവിക്കുന്ന യേശു ക്രിസ്തു ഇന്ന് ജീവിച്ചിരിക്കുന്നത്, ഇന്ന് ജീവിച്ച് മക്കളോട് ഇടപെടുന്നത് ഈ അപ്പത്തിൽ, കോൺസെക്രേറ്റ് ചെയ്ത അപ്പത്തിലാണെന്ന് സാത്താൻ അറിയാം. സാത്താനെ ആരാധിക്കുന്നവർക്കറിയാം. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തെ, ജീവനുള്ള യേശുവിനെ അപമാനിക്കണമെങ്കിൽ തിരുവോസ്തിയെ അപമാനിച്ചാൽ മതിയെന്ന് സാത്താൻ സേവകർക്കറിയാം. വിശ്വാസിക്ക് ഇതറിയുമോ എന്നതാണ് ചോദ്യം. ചേർന്ന് പറയാം ഹല്ലേലൂയാ. ചെത്തി പറയാം ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്, സാത്താന് ഇതറിയാം. ശ്രദ്ധിച്ചുകട്ടെ, സാത്താൻ ഇത് അറിയാവുന്നത് കൊണ്ട് സാത്താൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഞാൻ എന്റെ ചോര കൊണ്ട് നിങ്ങൾക്ക് ഇത് എഴുതി തരാം, എനിക്ക് അത്രയ്ക്ക് ഉറപ്പാണിത്. സാത്താൻ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? ഒരു കുടുംബത്തെ, ഒരു ദൈവ പൈതലിന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ സാത്താൻ പദ്ധതി ഇടുമ്പോൾ പിശാച് ആദ്യം ചെയ്യുന്നത് അവരെ ദേവാലയത്തിൽ നിന്ന്, ബലിപീഠത്തിൽ നിന്ന്, പരിശുദ്ധ കുർബാനയിൽ നിന്ന്, പൗരോഹിത്യത്തിൽ നിന്ന് അകറ്റും. ബലിയിൽ താല്പര്യമില്ലാതാക്കിയാൽ പിശാചിന്റെ പ്രവൃത്തികൾ നമ്മളിൽ നടക്കുന്നതിന് സാഹചര്യങ്ങൾ തുറക്കപ്പെടാം. അനേകം ആളുകളുടെ മനസ്സിൽ തെറ്റായ ബോധ്യങ്ങൾ കുത്തി നിറച്ച്
പിശാച് ഇന്ന് അവരെ ബലിപീഠത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള രണ്ടാമത്തെ ആശയം. വലതുകരം ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. ബലിയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ 4.5 ലക്ഷം പരിശുദ്ധ കുർബാന ഈ 24 മണിക്കൂറിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. 10,000-കണക്കിന് പരിശുദ്ധ കുർബാനകൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ലോകത്തിന്റെ 4 ദിക്കുകളിൽ നിന്ന്, കിഴക്ക് നിന്ന്, പടിഞ്ഞാറ് നിന്ന്, തെക്ക് നിന്ന്, വടക്ക് നിന്ന് തള്ളി അലച്ചു വരുന്ന ജലപ്രവാഹം പോലെ ദൈവത്തിന്റെ ശക്തി എല്ലാ ദിശകളിൽ നിന്നും ഈ വചന കൂടാരത്തിലേക്ക് കടന്നു വന്ന് ബലിയുടെ അഭിഷേകം കാൽവരിയുടെ നെറുകയിൽ 3 ആണികളിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് മനുഷ്യപാപങ്ങൾക്ക് തന്റെ ശരീര രക്തങ്ങൾ കീറി മുറിച്ച് പരിഹാരം ചെയ്ത സർവശക്തന്റെ ശക്തമായ കൃപ ഈ ആലയം മുഴുവൻ നിറയാൻ ഹൃദയം തുറന്നെന്ന് കർത്താവിനെ വിളിച്ച് ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം അതാണ്. സാത്താൻ ഏറ്റവും കൂടുതൽ ഭയം പരിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ടാണ് പിശാച് പരിശുദ്ധ കുർബാനയോട് അടുത്ത് നിൽക്കാതിരിക്കാൻ അനേകം സാഹചര്യങ്ങൾ ദൈവമക്കളുടെ കുടുംബത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ശാസ്ത്രം എന്ത് പറയുന്നു? പ്രിയപ്പെട്ടവരെ, ഇത് പറയാൻ ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ആക്സസ് ഉണ്ടെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുകളാണ് എല്ലാവരും തന്നെ. അങ്ങനെയുള്ളവര് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്ന വിവരങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ, ലിങ്കുകൾ, ഡോക്യുമെന്റുകൾ ഇന്റർനെറ്റിൽ ലഭ്യമാണ്. ലോകത്ത് അനേകം സ്ഥലങ്ങളിൽ കത്തോലിക്ക സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള, ഇങ്ങോട്ട് നോക്കണേ, കത്തോലിക്ക സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുണ്ട്. എന്താണ് ദിവ്യകാരുണ്യ അത്ഭുതം? ഒരു പുരോഹിതൻ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുവോസ്തി യഥാർത്ഥ മനുഷ്യ മാംസമായി മാറുക, അല്ലെങ്കിൽ തിരുരക്തം യഥാർത്ഥ മനുഷ്യരക്തമായി മാറുക. ഇതാണ് ദിവ്യകാരുണ്യ അത്ഭുതം എന്ന് പറയുന്നത്. ഇങ്ങനെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്ന് അനേക സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. കത്തോലിക്ക സഭ അനേക വർഷങ്ങളുടെ പഠനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും പരിശോധനകൾക്കും ശേഷം ഒരു ദിവ്യകാരുണ്യ അത്ഭുതം സത്യമാണെന്ന് പ്രഖ്യാപിച്ചാൽ ആ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ശാസ്ത്രീയമായ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും. ഇറ്റലിയിലെ ഒരു ദേവാലയത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ ആ തിരുവോസ്തി മാംസമായി മാറിയ ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം അതിന്റെ 2 ഭാഗം മുറിച്ചെടുത്ത് സഭ ഇതിന്റെ പരിശോധനയുടെ അന്തിമഘട്ടത്തിൽ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചു. യഥാർത്ഥ മാംസമായി മാറിയ തിരുവോസ്തിയുടെ 2 ഭാഗം മുറിച്ചെടുത്ത് കൊണ്ടുപോയി ലാബിൽ പരിശോധനയ്ക്ക് ഏൽപ്പിച്ചു. പരിശോധിക്കാൻ ഏൽപ്പിച്ചത് ലോകത്തെ 2 പ്രമുഖരായ നിരീശ്വരവാദികളായ ശാസ്ത്രജ്ഞന്മാരെയാണ്. ആ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് അവരുടെ വീഡിയോകൾ സഹിതം ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ നിരീശ്വരവാദികളായ ഈ ശാസ്ത്രജ്ഞന്മാരെ പരിശോധനയ്ക്ക് ഏൽപ്പിക്കുമ്പോൾ സഭയുടെ അധികൃതരോ അവരോട് പറഞ്ഞിരുന്നില്ല ഇത് ദിവ്യകാരുണ്യ അത്ഭുതമായി മാറിയ തിരുവോസ്തിയുടെ ഭാഗമാണെന്ന് പറഞ്ഞിരുന്നില്ല. അവരോട് ആവശ്യപ്പെട്ടിരുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ കൊണ്ടുവരുന്ന വസ്തു ശാസ്ത്രീയമായി ലാബിൽ പരിശോധിച്ചിട്ട് അത് എന്താണെന്ന് ഞങ്ങളോട് പറയണം. ആ മറ്റീരിയൽ എന്താണ്, അതിന്റെ എലമെന്റ്സ് എന്താണ്, അതാണ് പറയേണ്ടത്. കൊണ്ടുപോയി 2 ലാബുകളിൽ 2 ശാസ്ത്രജ്ഞന്മാർ പരസ്പരം ബന്ധപ്പെടാതെ ഇത് പരിശോധിച്ചതിന്റെ റിസൾട്ട്, 2 പേരുടെയും റിസൾട്ട് ഒരു ചോദ്യമാണ്. ആ ചോദ്യം അവരെ 2 പേരെയും മാനസാന്തരപ്പെടുത്തി കത്തോലിക്ക സഭയുടെ അംഗങ്ങളാക്കി മാറ്റി. ആ ചോദ്യം ഇതാണ്. 2 പേരും ചോദിച്ചിരിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് മരണവേദന അനുഭവിച്ച് കൊല്ലപ്പെട്ട ഒരു പുരുഷന്റെ ഹൃദയഭിത്തിയിൽ നിന്ന് ടിഷ്യൂസ് മുറിച്ച് പരിശോധനയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? ചേർന്ന് പറയാ ഹല്ലേലൂയ. ഇവരുടെ ചോദ്യം ഇതാണ്: മരണവേദന അനുഭവിച്ച് കൊല്ലപ്പെട്ട ഒരു പുരുഷന്റെ ഹൃദയഭിത്തിയിൽ നിന്ന് കോശങ്ങൾ മുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് ടിഷ്യൂകൾ പരിശോധനയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് അവരുടെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വരാൻ വേണ്ടി ഡാനിയൽ അച്ഛൻ മെനഞ്ഞുണ്ടാക്കിയ സങ്കല്പ കഥയല്ല ഇത് നിങ്ങൾക്ക് പരിശോധിച്ചറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഈ 2 ശാസ്ത്രജ്ഞന്മാരും കത്തോലിക്ക സഭയുടെ കൂടാരത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു. അവർക്ക് മനസ്സിലായി തിരുവോസ്തി മാംസമായി മാറിയ ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെ ഈശോ ലോകത്തോട് പറയാൻ ആഗ്രഹിച്ചു: എന്റെ മക്കളെ, മരണവേദന അനുഭവിച്ച് കാൽവരി മലയുടെ
നെറുകയിൽ വെച്ച് ഞാൻ കീറി മുറിച്ച എന്റെ മകന്റെ ഹൃദയമാണ്, ചങ്കാണ് നാവ് നീട്ടി വിശുദ്ധ കുർബാനയായി നീ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ദൈവപിതാവ് തന്റെ മക്കളോട് പറയുകയാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഈ അത്ഭുതത്തിലൂടെ ലോകത്തോട് പറയുകയാണ്, എന്റെ മകന്റെ ഹൃദയമാണ് ഞാൻ നിങ്ങൾക്ക് കീറി തന്നുകൊണ്ടിരിക്കുന്നത്, എന്റെ മകന്റെ ചങ്കാണ് ഓരോ ആൾത്താരയിലും നുറുക്കി നുറുക്കി എന്റെ മക്കൾക്ക് ഞാൻ വീതം വെച്ച് വിളമ്പുന്നത് എന്ന് കർത്താവ് തന്റെ മക്കളോട് പറയുകയാണ്. ലോകത്ത് യഥാർത്ഥ മനുഷ്യരക്തമായി മാറിയ തിരുരക്തം പരിശോധനയ്ക്ക് കൊണ്ടുപോയ എല്ലായിടങ്ങളിലും, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, ഞാൻ ഈ പറയുമ്പോൾ 100 കണക്കിന് ദിവ്യകാരണ അത്ഭുതങ്ങൾ കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടുണ്ട്. അവിടെ ഈ രക്തമായി മാറിയ എല്ലായിടത്തും ഈ രക്തം പരിശോധിക്കുമ്പോൾ അത് ഒരു ഗ്രൂപ്പാണ്, AB പോസിറ്റീവ് എന്ന ഗ്രൂപ്പാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക. ഇതൊരു മനുഷ്യന്റെ ചങ്കാണ്, ഒരു മനുഷ്യന്റെ ചോരയാണ്. ആ മനുഷ്യന്റെ പേരാണ് യേശു ക്രിസ്തു. നീ നാവ് നീട്ടി ഓരോ പ്രഭാതത്തിലും ഓരോ ഞായറാഴ്ചയും സ്വീകരിക്കുന്നത് യേശുവിന്റെ മാംസമാണ്, യേശുവിന്റെ രക്തം എന്ന് നീ തിരിച്ചറിയുമ്പോ നിന്റെ കുടുംബത്തിന്റെ മേൽ സാത്താൻ കെട്ടിയിട്ട ആധിപത്യത്തിന്റെ ചെങ്ങലക്കെട്ടുകൾ ആ സെക്കൻഡിൽ സ്വർഗം തകർക്കും. ചേർന്ന് പറയാ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആറ്റം ബോംബ് കയ്യിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഓലപ്പടക്കത്തെ പേടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാനാണ് ഈ സുവിശേഷ യോഗം. ആറ്റം ബോംബ് കയ്യിൽ വെച്ചുകൊണ്ടാണ് നാം ഓലപ്പടക്കത്തെ ഭയപ്പെടുന്നത്. ജീവിക്കുന്ന ദൈവം, സർവശക്തനായ ദൈവം, പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം, മാനവരാശിക്ക് വേണ്ടി കുരിശിൽ കൈ നീട്ടിക്കൊടുത്ത ദൈവം, കാൽപാദങ്ങളിൽ ആണിയടിക്കാൻ വിട്ടുകൊടുത്ത ദൈവം, ആ ദൈവത്തെ അവന്റെ ചങ്കും ചോരയും നിന്റെ നാവിൽ വെച്ച് തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവത്തെ ഉള്ളിൽ വഹിക്കുന്ന നീയാണ് ആഭിചാരത്തെ ഭയപ്പെടുന്നത്. ദൈവത്തെ ഉള്ളിൽ വെച്ചിരിക്കുന്ന നീയാണ് മന്ത്രവാദത്തെയും ക്ഷുദ്രക്രിയകളെയും ആഭിചാര ബന്ധനങ്ങളെയും ഭയപ്പെട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ ചോര, പുത്രന്റെ ചോര നീ കുടിക്കുകയാണ്. ചേർന്ന് പറയാ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സംഹാരദൂതൻ ഈജിപ്തിന്റെ പാളയത്തിൽ സംഹാരദൂതൻ സംഹരിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ സംഹാരദൂതനെ മാറ്റിവിടാൻ ദൈവം കൽപ്പിച്ചു. കുഞ്ഞാടിന്റെ കഴുത്തറത്ത് ചോര ഭിത്തിയിൽ നിങ്ങൾ തേച്ചു പിടിപ്പിക്കണം. കുഞ്ഞാടിന്റെ കഴുത്തറത്ത് കുഞ്ഞാടിന്റെ ചോര നിങ്ങളുടെ കൂടാരങ്ങളുടെ വെളിയിൽ, നിങ്ങളുടെ വീടിന്റെ വെളിയിൽ തേച്ചു പിടിപ്പിച്ചാൽ സംഹാരദൂതൻ നിങ്ങളെ തൊടുകയില്ല എന്ന് ദൈവം പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നോ? നിങ്ങൾ വിശ്വസിക്കുന്നോ? കുഞ്ഞാടിന്റെ ചോര പുരട്ടിയാൽ സംഹാരദൂതൻ നിങ്ങളുടെ വീടിനെ തൊടില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്ന ഒരു വലത് കരം ഉയർത്ത്, എന്നിട്ട് കൈ ഉയർത്തിയത് കേട്ടോ. ആ കുഞ്ഞാടിന്റെ ചോരയാണ് നീ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. സാത്താൻ നിന്നെ തൊടുമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങൾ താഴ്ത്തിയിടാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തോലിക്ക സഭയുടെ മക്കൾ, ദൈവം നമുക്ക് തന്ന സൗഭാഗ്യത്തിന്റെ വില തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഭയപ്പെട്ട് 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 തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാമോ? എഴുന്നേറ്റ് നിൽക്കാമോ എല്ലാവരും? എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ സാരമില്ല, പക്ഷെ ഇത് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കണം. അനേകം മക്കളെ കർത്താവ് ഇപ്പോൾ തൊടാൻ പോകുന്നു. സത്യമായി സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടാൽ, ദൈവവചനം കൃത്യമായി പറയുന്ന കാര്യങ്ങൾ ദൈവമക്കൾ ഗ്രഹിച്ചാൽ, ആ നിമിഷം അത്ഭുതങ്ങൾ സംഭവിക്കും. ആ നിമിഷം ബന്ധനങ്ങൾ അഴിയും. ആ നിമിഷം സാത്താന്റെ ചങ്ങലകൾ, ആധിപത്യങ്ങൾ തകരും. പ്രിയപ്പെട്ടവരെ, നീ ഏത് തകർന്ന അവസ്ഥയിലാണെങ്കിലും പരിശുദ്ധാത്മാവ് ഇപ്പോൾ എന്റെ ഉള്ളിൽ ഇങ്ങനെ സംസാരിക്കുന്നു. ദേ നിന്റെ അടുത്ത് കർത്താവ് നിൽക്കുന്നു. നീ പറയണം, കർത്താവേ, നിന്റെ ചങ്കും ചോരയും സ്വീകരിക്കുന്ന ആളാണ് ഞാൻ. എന്നെ തൊടാൻ പിശാചിന് പറ്റില്ല. കരങ്ങൾ രണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്ത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇതാ ഹൃദയം തുറന്ന് നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങൾ. ഹൃദയം തുറന്ന് സ്തുതിച്ച്, ഉച്ചത്തിൽ സ്തുതിച്ച് ഹല്ലേലൂയ. ഉച്ചത്തിൽ ഉച്ചത്തിൽ പോരാ മക്കളെ, ഉച്ചത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചേ. ഓരോ മക്കളെയും തൊടണമേ കർത്താവേ. ഈ കൂടാരത്തിന്റെ നെടുകയും കുറുകയും നീ സഞ്ചരിക്കണമേ. ഈ കൂടാരത്തിന്റെ നെടുകയും കുറുകയും നീ നടക്കണമേ. അൾത്താര വിട്ടിറങ്ങി മക്കളുടെ അടുക്കലേക്ക് ചെന്ന് വചനമായ ദൈവമേ, തൊട്ട് 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 ഈ നിമിഷം മാറാ രോഗത്തിന്റെ ബന്ധനങ്ങൾ, അടിമത്തങ്ങൾ, ആധിപത്യങ്ങൾ, ചങ്ങലക്കെട്ടുകൾ
തളർച്ചകൾ, മദ്യപാനത്തിന്റെ അടിമത്തം, ദൈവമേ അനേക നാളുകളായുള്ള തടസ്സങ്ങൾ, മക്കളില്ലാത്ത അവസ്ഥ, മാറാ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ഡയബറ്റിക് രോഗങ്ങൾ, തളർവാദ രോഗങ്ങൾ യേശുനാമത്തിൽ ഈ സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ വിട്ടുപോട്ടെ. കർത്താവേ, നിന്റെ ശക്തി നിറയട്ടെ, നിന്റെ ശക്തി നിറയട്ടെ, നിന്റെ ശക്തി നിറയട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ 4.5 ലക്ഷം ബലിപീഠങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയിൽ നിന്ന് സ്വർഗത്തിന്റെ അനന്തശക്തി കർത്താവേ ഈ സമൂഹത്തിൽ നിറയട്ടെ, നിറയട്ടെ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിച്ച മക്കളെ ഉച്ചത്തിൽ വിളിച്ചേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങയുടെ മഹത്വം, അങ്ങയുടെ തേജസ്, അങ്ങയുടെ ശക്തി, അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇരിക്കാം. എനിക്കൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കാം. 4ാമത്തെ കാര്യം ഇതാണ്: നമ്മൾ എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ വിലമതിക്കേണ്ടത്? പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. യഥാർത്ഥമായ ബോധ്യങ്ങൾ ഹൃദയത്തിൽ നിറയണം. നമ്മൾ ഏതെങ്കിലും ഒരു വൈകാരിക അനുഭവത്തിന്റെ പേരിലല്ല കർത്താവിനെ തേടേണ്ടത്, മറിച്ച് കർത്താവ് ബോധ്യങ്ങൾ തരണം. പാറപ്പുറത്ത് വിശ്വാസം പണിയണം. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കേട്ടെ. എന്തുകൊണ്ടാണ് കർത്താവ് നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരു പൊതുവായ പ്രത്യേകതയുണ്ട്. എന്നെ ശ്രദ്ധിച്ചിരിക്കണം, എങ്കിലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. കർത്താവ് നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരു പൊതുവായ പ്രത്യേകതയുണ്ട്. ആ പൊതുവായ പ്രത്യേകത ഇതാണ്: നമുക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചെടുക്കപ്പെടാൻ സാധ്യതയുള്ള അനുഗ്രഹങ്ങളാണ്. ഉദാഹരണത്തിന്, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് എൻ്റെ ആരോഗ്യം. എന്നാൽ ഈ ആരോഗ്യം നാളെ തിരിച്ചെടുക്കപ്പെടാം. അതിന്റെ പേരാണ് രോഗം. ദൈവം തന്നൊരു അനുഗ്രഹമാണ് സമ്പത്ത്. സമ്പത്ത് വേണമെങ്കിൽ നാളെ തിരിച്ചെടുക്കപ്പെടാം. അതിന്റെ പേരാണ് ദാരിദ്ര്യം, കടബാധ്യത. ദൈവം തന്ന അനുഗ്രഹമാണ് മക്കൾ. മക്കളുടെ വഴിതെറ്റലോ, മക്കൾ അകലുന്നതോ, മക്കളുടെ സ്നേഹക്കുറവോ ഒക്കെ ഈ അനുഗ്രഹം തിരിച്ചെടുക്കപ്പെടുന്നതിന്റെ സൂചനയാണ്. ദൈവം തന്ന അനുഗ്രഹമാണ് ജീവിത പങ്കാളി. ജീവിത പങ്കാളിയുടെ മരണമോ, വേർപാടോ, ജീവിത പങ്കാളിയുടെ അകൽച്ചയോ ഒക്കെ ഈ അനുഗ്രഹം റിവോക്ക് ചെയ്യപ്പെടുന്നതിന്റെ അടയാളമാണ്. നിങ്ങൾ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും എടുക്കുക. ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നെ ഇന്നല്ലെങ്കിൽ നാളെ പോകാൻ സാധ്യതയുള്ള അനുഗ്രഹങ്ങളാണ്. ശ്രദ്ധിച്ചേ. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനോട് ചോദിക്കണം: കർത്താവേ, നീ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചെടുക്കപ്പെടുമോ? കർത്താവ് പറയും, തിരിച്ചെടുക്കപ്പെടാം. അങ്ങനെയാവുമ്പോൾ നമ്മൾ കർത്താവിനോട് ചോദിക്കണം: കർത്താവേ, അങ്ങനെയാണെങ്കിൽ നീ ഞങ്ങൾക്ക് തന്നതും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും തിരിച്ചെടുക്കപ്പെടാത്തതുമായ എന്ത് അനുഗ്രഹമാണുള്ളത്? ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ മറുപടി തരും: ലോകത്തങ്ങനെ ഒരനുഗ്രഹമേ ഉള്ളൂ. ഞാൻ മക്കളെ നിങ്ങൾക്ക് തന്നതും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടാത്തതുമായ, ഈ ലോകത്തിലും മറുലോകത്തിലും നഷ്ടപ്പെടാത്തതുമായ ഒറ്റ അനുഗ്രഹമേ ഉള്ളൂ. ആ അനുഗ്രഹത്തിന്റെ പേരാണ് യേശു ക്രിസ്തു. ചേർന്ന് പറയാ ഹല്ലേലൂയ. ബാക്കി എല്ലാ അനുഗ്രഹങ്ങളും തിരിച്ചെടുക്കപ്പെടും. ബാക്കി എല്ലാ അനുഗ്രഹങ്ങളും തിരിച്ചെടുക്കപ്പെടാം. ശ്രദ്ധയോടെ കേട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെയാണെങ്കിൽ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യുന്നറിയാമോ? ബുദ്ധിയുള്ളവര് ബാക്കി അനുഗ്രഹങ്ങൾ ശ്രദ്ധിച്ചല്ല ജീവിക്കുന്നത്. അത് വരാം, പോകാം. എന്നാൽ വിവേകമുള്ളവർ യേശു ക്രിസ്തു എന്ന ഒരിക്കലും നഷ്ടപ്പെടാത്ത അനുഗ്രഹവുമായി ചേർന്ന് നിൽക്കും. നിങ്ങൾ ഈ ദുഃഖവെള്ളിയാഴ്ച വൈകിട്ട് ശാലോം ടെലിവിഷൻ കണ്ടെങ്കിൽ, കഴിഞ്ഞ 30 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന ഒരു അച്ഛനെ വൈകുന്നേരം ശാലോം TV കാണിച്ചിരുന്നു. തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്നതിന്റെ അടുത്താണ് ഈ അച്ഛൻ താമസിക്കുന്നത്. കഴിഞ്ഞ 30 വർഷമായി തളർന്നു കിടക്കുകയാണ് അച്ഛൻ. പൊസേന്തി എന്നാണ് അച്ഛന്റെ പേര്. വയനാടൻ ചുരങ്ങളിൽ വെച്ച് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് സ്പൈനൽ കോഡിന് ക്ഷതം പറ്റി വെല്ലൂർ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോ 3 മാസം കൂടി കഷ്ടിച്ച് ജീവിച്ചേക്കുമെന്ന് ആയുസിന് വിധിക്കുറിപ്പ് എഴുതി നാളെ നിശ്ചയിച്ച് ആശുപത്രി തിരിച്ചുവിട്ടതാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് കിടക്കയിൽ പരസഹായം കൂടാതെ ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ തളർന്നു കിടക്കുന്ന ഈ ഒരു അച്ഛൻ. ഞാൻ ഈ അച്ഛനെ കാണാൻ കൂടെ പോകുമ്പോ ഒരിക്കൽ ഞാൻ ചെല്ലുമ്പോൾ എന്റെ കുറച്ച് കൂട്ടുകാരെയും കൊണ്ടുപോയി, കുട്ടികളെ കൊണ്ടുപോയി. അവരെ അച്ഛനെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, കത്തോലിക്ക സഭയിലെ ഏറ്റവും സന്തോഷമുള്ള വൈദികനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
കുട്ടികളെയും കൊണ്ടുപോയി അച്ഛൻ ഒരുപാട് തമാശ പറഞ്ഞു, എന്നെ കുറെ കളിയാക്കി, എന്നെ കുറിച്ച് ഒത്തിരി തമാശ അവരോട് പറഞ്ഞു. അവരെല്ലാം കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ച് അച്ഛൻ തലയിലൊക്കെ കൈവച്ച് അനുഗ്രഹിച്ച് അവരെ വിടുമ്പോ മുറിക്ക് പുറത്തിറങ്ങിയിട്ട് ആ മക്കളെന്നോട് ചോദിക്കുകയാണ്, അച്ഛാ അച്ഛൻ കള്ളം പറയുകയാണോ? ഈ അച്ഛനാണോ കഴിഞ്ഞ 30 കൊല്ലമായി തളർന്നു കിടക്കുന്നത്? അച്ഛൻ ഈ തളർന്നു കിടക്കുമ്പോൾ അച്ഛൻ എങ്ങനെയാണ് ചിരിക്കാൻ പറ്റുന്നത്? അച്ഛൻ എങ്ങനെയാണ് സന്തോഷിക്കാൻ പറ്റുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കുക. നമുക്ക് അച്ഛനോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഞങ്ങൾ ആ വാതിൽക്കൽ വീണ്ടും മുട്ടിയെന്ന് വിചാരിക്കുക. ആരാണ്? ഞങ്ങളാണ്. അകത്ത് വാ, അകത്ത് ചെന്ന്. എന്താ കാര്യം? പോയില്ലേ? അച്ഛാ ഒരു സംശയമുണ്ട്. എന്താണ് സംശയം? ഈ മക്കള് ചോദിക്കുകയാണ്, അച്ഛനാണോ കഴിഞ്ഞ 29-30 വർഷമായിട്ട് തളർന്നു കിടക്കുന്നത്? 30 വർഷമായിട്ട് തളർന്നു കിടന്നിട്ടും അച്ഛൻ എന്താണ് ഇത്രയും സന്തോഷമെന്ന് എന്റെ ഈ മക്കൾ ചോദിക്കുകയാണ്. എന്നെങ്ങാനും അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ ഇങ്ങനെ മറുപടി പറഞ്ഞേക്കും, മക്കളെ എന്റെ സന്തോഷത്തിന്റെ കാരണം ഞാൻ പറയാം. എനിക്ക് കഴിഞ്ഞ 30 കൊല്ലങ്ങൾക്ക് മുമ്പ് വയനാട്ടിലെ ചുരത്തിൽ എവിടെയോ വെച്ച് എനിക്ക് എന്റെ ആരോഗ്യമേ നഷ്ടപ്പെട്ടുള്ളൂ, എന്റെ ഈശോയെ നഷ്ടപ്പെട്ടില്ല. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയാ. അച്ഛനിങ്ങനെ മറുപടി പറയും, എനിക്ക് എന്റെ ആരോഗ്യമേ പോയിട്ടുള്ളൂ, എനിക്ക് എന്റെ കർത്താവ് പോയിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപകടം, കർത്താവില്ല, അനുഗ്രഹങ്ങൾ മതി. കർത്താവ് വേണ്ട, കർത്താവിന്റെ ദാനങ്ങൾ മതി. കർത്താവ് വേണ്ട, കർത്താവിന്റെ അനുഗ്രഹം മതി. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയതയിൽ നിങ്ങൾ നിരാശരാകും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പ്രാർത്ഥന നിർത്തും, ഉറപ്പാണ്. കർത്താവില്ലാത്ത കർത്താവിന്റെ അനുഗ്രഹങ്ങൾക്ക് ആരെയും സന്തോഷിപ്പിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചെടുക്കപ്പെടാത്ത ഒറ്റ അനുഗ്രഹമേ ഉള്ളൂ. ആ അനുഗ്രഹത്തിന്റെ പേരാണ് യേശുക്രിസ്തു. 12ാമത്തെ വയസ്സിൽ തിരുവനന്തപുരത്ത് PMG എന്ന് പറയുന്ന ജംഗ്ഷനിൽ വെച്ച് 12ാമത്തെ വയസ്സിൽ വണ്ടി ഇടിച്ച് മരിച്ച എന്റെ ഒരു കൊച്ചു കൂട്ടുകാരിയുണ്ട്. കീർത്തി എന്നായിരുന്നു അവരുടെ പേര്. അവരുടെ അമ്മയുടെ പേര് സോഫി എന്നാണ്. തിരുവനന്തപുരത്ത് ഈ അമ്മയുണ്ട്. തിരുവനന്തപുരം നഗരത്തിന്റെ ഏതെങ്കിലും ഇടനാഴിയിൽ വെച്ച് നിങ്ങൾ ഈ അമ്മയെ കണ്ടുമുട്ടിയിട്ട് സന്തോഷത്തോടെ വേദപുസ്തകം ഇങ്ങനെ ചങ്കത്ത് വെച്ചിട്ട് എന്റെ യേശു എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് എന്ന് നിങ്ങളോട് അമ്മ പറഞ്ഞാൽ, നിങ്ങൾ ആ അമ്മയോട് പറയുകയാണ്, അമ്മേ 12കാരിയായ സുന്ദരിയായ ഏകമകള് ഈ നഗരത്തിന്റെ നടുമുറ്റത്ത് വെച്ച് വണ്ടി ഇടിച്ച് മരിച്ച് അമ്മയുടെ മടിയിൽ കിടന്നല്ലേ ഒരു വൈകുന്നേരം 7:45 കുഞ്ഞ് മരിക്കുന്നത്? അമ്മയ്ക്ക് സങ്കടമില്ലേ എന്ന് ചോദിച്ചാൽ സോഫി ഹെൻറി എന്ന ആ അമ്മ നിങ്ങളോട് ഇങ്ങനെ മറുപടി പറയും, എനിക്കെന്റെ കീർത്തി എന്ന മകളല്ലേ പോയുള്ളൂ, എന്റെ കർത്താവ് പോയിട്ടില്ലല്ലോ. ചേർന്ന് പറയാം ഹല്ലേലൂയാ. ഞാൻ താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് എനിക്ക് കൈയെത്തിയാൽ തൊടാവുന്ന ഒരു അകലത്തിൽ 36 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്. അവൻ അവിടുത്തെ ഒരു മാനേജറാണ്. അവൻ രാവിലെ എല്ലാ ദിവസവും ഒരു ബുള്ളറ്റ് റോയൽ എൻഫീൽഡിൽ പോവുകയും വരികയും ചെയ്യും. അവനെ തടഞ്ഞു നിർത്തുകയാണെന്ന് വിചാരിക്കുക. തടഞ്ഞു നിർത്തിയിട്ട് അവനോട് ചോദിക്കുകയാണ്, എടാ മോനെ, നിന്റെ മൂത്ത മകൻ ഒരു ഡിസംബർ മാസത്തിലും നിന്റെ ഇളയ മകൾ ഒരു ഫെബ്രുവരി മാസത്തിലും കേരളത്തിൽ ലക്ഷക്കണക്കിന് ഒരാളിൽ മാത്രം വരുന്ന ഒരു അപൂർവ രോഗം പിടിപെട്ട് നിന്റെ 2 മക്കളും ആദ്യത്തെ കുഞ്ഞിനെ ശവമടക്കാൻ നിന്റെ ഭാര്യ വരുന്നത് 2ാമത്തെ കുട്ടിയെ വെന്റിലേറ്ററിൽ വേലക്കാരിയുടെ കാവലേൽപ്പിച്ചിട്ടല്ലേ? പിന്നെ എന്തിനാടാ കുഞ്ഞ് നീ ഇപ്പോഴും കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവമേ നിനക്ക് നന്ദി എന്ന് പറയാൻ നിനക്ക് എങ്ങനെയാടാ കുഞ്ഞെ പറ്റുന്നത് ചോദിച്ചാൽ അവൻ മറുപടി പറയും, എനിക്ക് എന്റെ പ്രാണൻ പോലെ ഞാൻ കൊണ്ടു നടന്ന എന്റെ മക്കളല്ലേ പോയുള്ളൂ, എന്റെ കർത്താവ് പോയിട്ടില്ലല്ലോ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുഗ്രഹത്തിന് വേണ്ടിയല്ല ഞാൻ എന്റെ ദൈവത്തെ തേടുന്നത്, എന്റെ ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ എന്റെ ദൈവത്തെ തേടുന്നത്. ആ കൂട്ടത്തിൽ എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടും, അത് സത്യമാണ്. ഞാനിത് എന്തിനാ നിങ്ങളോട് പറയുന്നത്? അനേകം ആളുകൾക്ക് വിശുദ്ധ കുർബാനയുടെ വില അറിയാത്തതിന്റെ കാരണം അവർക്ക് യേശുക്രിസ്തുവിന്റെ വില അറിയില്ല. അതുകൊണ്ടാണ്. അതാണ് എന്റെ ആശയം. യേശുക്രിസ്തുവിന്റെ വില അറിഞ്ഞവർ കുർബാനയുടെ വില അറിയും. എന്തുകൊണ്ടാണ്? ഞാനൊരു 10 മിനിറ്റ് കൂടി എടുക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളിൽ ഒരാള് വേണ്ട, വേറൊരാൾ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, അച്ഛാ എനിക്കൊരു 50 രൂപ തരുമോ? ഞാൻ പറയുകയാണ് 50 രൂപ തരാം. ഞാൻ പറഞ്ഞു 50 മതിയോ? 500 തരാം. അപ്പൊ അവൻ പറഞ്ഞു വേണ്ട അച്ഛാ 50 മതി. ഞാൻ പറഞ്ഞു 50 അല്ല 500 തരാം. അപ്പൊ അച്ഛൻ എന്താ 500 തരണം ഇത്ര നിർബന്ധം? ഞാൻ പറഞ്ഞു എന്റെ പോക്കറ്റിൽ 5000 രൂപയുണ്ട്, 500 തരാം. അവൻ പറഞ്ഞു വേണ്ട വേണ്ട എനിക്ക് 50 മതി. ഞാൻ 50 രൂപ കൊടുത്തു. ഞാൻ വളരെ വളരെ ആഴമായി അന്ധമായി സ്നേഹിക്കുന്ന ഒരാളുണ്ടെന്ന് വിചാരിക്കുക. ആ ആള് വന്നിട്ട് എന്നോട് പറയാണ്, അച്ഛാ എനിക്കും വേണം. ഞാൻ ചോദിച്ചു 50ഓ 500ഓ? ആൾ എന്നോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, എനിക്ക് അച്ഛന്റെ വലത്ത് കൈപ്പത്തി മുറിച്ചു തരണം. ഞാൻ പറഞ്ഞു അതെങ്ങനെ തരാനാണ്? ആകെ ഒരു വലത് കൈയല്ലേ ഉള്ളൂ.
ഈ കൈ കൊണ്ടാണ് ഞാൻ ബലിയർപ്പിക്കേണ്ടത്, ഈ കൈ കൊണ്ടാണ് ഞാൻ ആശീർവദിക്കേണ്ടത്. അപ്പൊ ഇയാൾ എന്നോട് പറയാണ്, അച്ഛൻ എന്നെ സ്നേഹിച്ചു എന്ന് പറയുന്നപ്പോ വെറുതെയാണല്ലേ, എനിക്ക് ഈ കൈതാ എന്ന് നിർബന്ധിച്ചാൽ ഒരു പക്ഷേ ഞാൻ കൊടുത്തെന്ന് വിചാരിക്കുക. ഈ കൈ ഞാൻ മുറിച്ചു കൊടുത്തു. എന്റെ കൈ മുറിച്ച് ചോര ഇറ്റിറ്റ് വീഴുന്ന എന്റെ കൈത്തലവും കയ്യിൽ പിടിച്ചുകൊണ്ട് രണ്ടാമത്തെ ആളും, എന്റെ 50 രൂപ കയ്യിൽ പിടിച്ചുകൊണ്ട് ആദ്യത്തെ ആളും, രണ്ടുപേരും തോളെ കൈയിട്ട് നടന്നു പോകുന്നത് ഞാൻ നോക്കി നിൽക്കുകയാണ്. ഇവര് രണ്ടുപേരും മുന്നോട്ട് പോയിട്ട് അവന്റെ 50 രൂപ എന്ന് പറഞ്ഞിട്ട് ഈ ആൾ ഈ 50 രൂപ പല കഷണങ്ങളായി കീറി കാറ്റിലേക്ക് വലിച്ചെറിയുന്നതും, എന്റെ കൈ വാങ്ങിച്ചു കൊണ്ടുപോയ വ്യക്തി എന്റെ കൈ പല കഷണങ്ങളായി അരിഞ്ഞ് വലിച്ചെറിയുന്നതും കാക്ക വന്ന് അത് കൊത്തിക്കൊണ്ടു പോകുന്നതും ഞാൻ കണ്ടെന്ന് വിചാരിക്കുക. ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ഈ പ്രഭാതത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എന്റെ മക്കളെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: 50 രൂപ കൊണ്ടുപോയി കളഞ്ഞവനോടാണോ, എന്റെ കൈ കൊണ്ടുപോയി ചവിട്ടിത്തച്ചവനോടാണോ എനിക്ക് കൂടുതൽ സങ്കടവും കൂടുതൽ വേദനയും കൂടുതൽ പിണക്കവും തോന്നാൻ സാധ്യതയുള്ളത്? 50 രൂപ കൊണ്ടുപോയവനോടാണോ എന്റെ കൈ കൊണ്ടുപോയവനോടാണോ? നിങ്ങൾ പറ. കൈ എന്തുകൊണ്ടാണ്? അതിന്റെ ന്യായമാണ് എനിക്കറിയേണ്ടത്. അതിന് 2 ന്യായമുണ്ട്. ഒന്നാമത്തെ ന്യായം ഇതാണ്: എന്റെ കൈ, വലത് കൈ മുറിച്ചു പോയാൽ എനിക്ക് അതുപോലെ ഒരു വലത് കൈ വേറെ ഇല്ല, പകരം വെക്കാൻ വേറൊരു കൈയില്ല. 2, ഈ കൈ മുറിച്ചു കൊടുക്കാൻ ഞാൻ ഒരുപാട് വേദനിച്ചതാണ്. അതുകൊണ്ടാണ് എനിക്ക് കൈ കളഞ്ഞവനോട് വേദനത്തു. ഇനി നിങ്ങൾ എന്നെ ഒരു 5 മിനിറ്റ് നിങ്ങളുടെ ശ്രദ്ധ മാറരുത്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. വിശുദ്ധ കുർബാനയെ നിങ്ങൾ വേണ്ടത്ര ഗൗരവമായി എടുക്കാതിരുന്നാൽ ഈശോയ്ക്ക് വേദനിക്കുമോ എന്നതാണ് ചോദ്യം. ഈശോയ്ക്ക് വേദനിക്കും. എന്തുകൊണ്ട്? കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കാൻ ഈശോ തന്റെ ശരീരത്തിൽ സഹിച്ചില്ല. വെള്ളത്തിന് മീതെ നടക്കാനോ, അപ്പം വർദ്ധിപ്പിക്കാനോ, തളർവാദ രോഗി എഴുന്നേൽപ്പിക്കാനോ, അന്ധന് കാഴ്ചയും ബധിരന് കേൾവിയും മുടന്തന് സൗഖ്യവും കൊടുക്കാനോ യേശു തന്റെ ശരീരത്തിൽ സഹിച്ചില്ല. എന്നാൽ നാവ് നീട്ടി നാം സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയായി മാറാൻ യേശു സഹിച്ചതുപോലെ മറ്റൊന്നും തരാൻ യേശു സഹിച്ചിട്ടില്ല. കാഴ്ച തരാൻ സഹിച്ചിട്ടില്ല, കേൾവി തരാൻ സഹിച്ചിട്ടില്ല, തളർവാദം മാറ്റാൻ സഹിച്ചിട്ടില്ല, വീട് തരാൻ സഹിച്ചിട്ടില്ല, ജോലി തരാൻ സഹിച്ചിട്ടില്ല. ഇതെല്ലാം പഴയ നിയമത്തിലെ മക്കൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന അനുഗ്രഹങ്ങളാണ്. ഇത് തരാൻ ദൈവപുത്രന് സഹിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ വിശുദ്ധ കുർബാന എന്ന അമൂല്യമായ സമ്മാനം തരാൻ ഈശോ ഒരുപാട് സഹിച്ചതാണ്. കാലിത്തൊഴുത്തിന്റെ അനാഥത്വങ്ങളിൽ അവൻ പിറന്നു വീണത് കുർബാനയാവാനാണ്. ഒരമ്മയുടെ മാറുപറ്റി -ഡിഗ്രി ഊഷ്മാവിൽ മഞ്ഞ് തണുത്തുറഞ്ഞു കിടക്കുന്ന യൂദയായുടെ മലഞ്ചെരുവുകളിലൂടെ അവൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്തത് വിശുദ്ധ കുർബാനയാവാനാണ്. 30 വയസ്സ് വരെ ആരാലും അറിയപ്പെടാതെ അപ്പനൊപ്പം തച്ചപ്പണി ചെയ്ത് ഉപജീവനം കഴിച്ചത് കുർബാനയായി മാറാനാണ്. അപവാദങ്ങൾ കേട്ട്, ആക്ഷേപങ്ങൾ കേട്ട്, പരിസേയരുടെയും നിയമജ്ഞരുടെയും ജനപ്രമാണികളുടെയും ആക്ഷേപ വാക്കുകൾക്ക് നടുവിലൂടെ അവൻ നടന്നുപോയത് കുർബാനയാവാനാണ്. ഗെത്സമൻ തോട്ടത്തിൽ അവന്റെ ചോര കണ്ണുനീരായി പെയ്തത് കുർബാനയാവാനാണ്. ഒറ്റ രാത്രിയിൽ അവനെ 4 കോടതികൾ വിചാരണ ചെയ്തത് കുർബാനയാവാനാണ്. അവൻ ഹെറോദോസിന്റെയും പീലാത്തോസിന്റെയും അന്നാസിന്റെയും കയ്യാപ്പാസിന്റെയും കോടതി മുറികളിൽ നാണം കെട്ട് നമ്രശിരസ്കനായി നീചനെ പോലെ നിന്നത് കുർബാനയാവാനാണ്. പീലാത്തോസിന്റെ അരമന കോടതി പ്രത്തോറിയ മുറ്റത്ത് വെച്ച് കൽത്തൂണിൽ കെട്ടിയിടപ്പെട്ട് കാരിരുമ്പിന്റെ കരുത്തുള്ള പടയാളികൾ ചാട്ടവാറുകൊണ്ട് ആഞ്ഞാഞ്ഞടിക്കുമ്പോൾ അടിച്ചവന്റെ കയ്യൂക്കിനൊപ്പം അടിച്ച ഈ ചാട്ട തിരിച്ചെടുക്കുമ്പോ ആ ചാട്ടയ്ക്കൊപ്പം മാംസക്കട്ടകൾ പറഞ്ഞു വരുന്ന രീതിയിൽ ശരീരം മുഴുവൻ വരഞ്ഞു കീറി അവൻ വേദന അനുഭവിച്ചത് കുർബാനയാവാനാണ്. തന്നെക്കാൾ ഭാരമേറിയ കുരിശ് തോളിലെടുത്ത് ചുമന്നുകൊണ്ട് കാൽവരിയുടെ കണ്ണുനീർ വഴികളിലൂടെ അവൻ യാത്ര ചെയ്തത് കുർബാനയാവാനാണ്. അവൻ ഈ ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് കുരിശിന്റെ വഴിയിൽ നമ്മൾ പ്രാർത്ഥിച്ചില്ലേ, അവൻ 3 തവണ വീണു. 3 എന്നത് പ്രാർത്ഥിക്കാൻ സഭ നിജപ്പെടുത്തി ചുരുക്കി വെച്ച സംഖ്യയാണ്. 3 ഒന്നും അല്ല വീണത്. 3 വീണാലും 30 വീണാലും 300 വീണാലും വീണവൻ വീഴുന്നത് മുഖമിടിച്ചാണ്. കാൽവരിയുടെ നെറുകയിൽ കൊണ്ടുപോകുമ്പോ ഉടുത്തിരുന്ന ഉടുവസ്ത്രങ്ങൾ വലിച്ചു കീറി നെടുകയും കുറുകയും ചേർത്ത് വെച്ച് തടിക്കഷണത്തിലേക്ക് 33കാരന്റെ മൃദുല ശരീരത്തെ ചേർത്ത്
ചേർത്ത് വെച്ച് കൈയും കാലും വലിച്ചു നീട്ടി 4-5 ഇഞ്ച് നീളമുള്ള കാരിരുമ്പിന്റെ ആണി അവന്റെ കൈത്തണ്ടയിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ ചോര ചീറ്റി ഒഴുകുന്നത് കുർബാനയാവാനാണ്. അവൻ കുരിശിൽ കിടന്നുകൊണ്ട് അപ്പാ നീ പോലും എന്നെ കൈവിട്ടതെന്തേ എന്ന് പറഞ്ഞ് പ്രാണൻ പൊട്ടി കരഞ്ഞത് കുർബാനയാവാനാണ്. അവന്റെ അമ്മയുടെ മടിയിൽ അവിടെ കണ്ണുനീര് പെയ്തൊരു സന്ധിയിൽ അവൻ തേജസ്സറ്റ, അവന്റെ ചേതനയറ്റ, ജീവനറ്റ മൃതദേഹം അമ്മയുടെ മാറിൽ പറ്റിക്കിടന്നൊരു അമ്മ വാവിട്ട് കരഞ്ഞത് ഈ മകനെ കുർബാനയാക്കാനാണ്. കല്ലറയിൽ അടയ്ക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും ഉയർത്തെഴുന്നേറ്റവന്റെ ശരീരം കുർബാനയായിട്ട് നമുക്ക് തരാനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാതു തുറന്ന് കേട്ടുകൊള്ളുക. കുർബാനയാവാൻ ഈശോ സഹിച്ചതുപോലെ വേറെ ഒരനുഗ്രഹവും തരാൻ ഈശോ സഹിച്ചിട്ടില്ല. ചേർന്ന് പറയാം ഹല്ലേലൂയാ. ഇത്രയേറെ വേദന സഹിച്ച്, ഇത്രയേറെ കണ്ണുനീരനുഭവിച്ച് ഈശോ തന്ന ഈ സമ്മാനം നിന്റെ കുടുംബം വിലയില്ലാത്തതായിട്ട് കണ്ടാൽ ഈശോയ്ക്ക് നോവുമോ എന്നതാണ് എന്റെ ചോദ്യം. ഇത്രയും വേദന സഹിച്ച് കർത്താവ് തന്ന സമ്മാനം നിനക്ക് വേണ്ട. എനിക്ക് വീട് മതി കർത്താവേ, എനിക്ക് ജോലി മതി കർത്താവേ, എനിക്ക് മക്കളെ മതി കർത്താവേ, എന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറിയാൽ മതി കർത്താവേ, എനിക്ക് പണം കിട്ടിയാൽ മതി കർത്താവേ, എന്റെ കടം മാറിയാൽ മതി കർത്താവേ, എനിക്ക് നിന്നെ വേണ്ട എന്ന് പറയുന്നത് മാരകമായ ഒരു പാപമല്ലേ എന്ന് ചോദിക്കാനാണ് ഈ സുവിശേഷ യോഗം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇന്ന് കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്താൻ ഭാഗ്യം കിട്ടുമെങ്കിൽ പറയേണ്ടത്, എന്റെ പൊന്നു കർത്താവേ, നിന്റെ വില ഞാൻ അറിഞ്ഞില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് കുമ്പസാരിച്ചാൽ ആ സെക്കൻഡിൽ സ്വർഗം നിന്നെ തൊടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിലയുള്ളതിന് വില തരാതെ വിലയില്ലാത്തതിന് വിലയിട്ടു എന്നതാണ് എന്റെ പാപമെന്ന് നീ കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ അവിടെ നിന്റെ അഭിഷേകം കത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് പറയുകയാണ്, ഞാൻ ഇത്രമേൽ സഹിച്ച് എന്റെ ശരീരവും എന്റെ ചോരയും നിനക്ക് തന്നിട്ട് എന്റെ മകനെ മകളെ നിനക്കത് വേണ്ട, നിനക്ക് 2-ാമത്തെയും 3-ാമത്തെയും 5-ാമത്തെയും 10-ാമത്തെയും അനുഗ്രഹങ്ങൾ മതി, 1-ാമത്തെ അനുഗ്രഹം വേണ്ട എന്ന് പറയുന്നത് ഒരു വൈരുദ്ധ്യമല്ലേ എന്നതാണ് ചോദ്യം. എന്നെ കേൾക്കുന്ന എല്ലാ മക്കളോടും കർത്താവ് പറയുകയാണ്, മക്കളെ, ഓരോ നിത്യാരാധന ചാപ്പലുകളിൽ, ഓരോ ദേവാലയങ്ങളിൽ, ഓരോ അൾത്താരകളിൽ ഞാൻ ഈ വിരുന്നും വിളമ്പി കാത്തിരിക്കുമ്പോ നീ എവിടെയാണ്? ഞാൻ എന്റെ ചോരയും നീരും നൽകി, എന്റെ രക്തവും മാംസവും നൽകി നിന്നെ ഞാൻ കാത്തിരിക്കുമ്പോൾ നീ എവിടെയാണ്? പ്രിയപ്പെട്ടവര്, അതുകൊണ്ട് യേശുവിനെ സ്നേഹിക്കണം. അമ്മ ത്രേസ്യ കണ്ണുനീരോടെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ എങ്ങനെയാണ് കർത്താവേ നിന്നെ സ്നേഹിക്കേണ്ടത്? ഞാൻ എങ്ങനെയാണ് കർത്താവേ, എനിക്ക് സ്നേഹം കൊണ്ട് എന്റെ ഹൃദയം നിറയുന്നു, ഞാൻ എങ്ങനെയാണ് നിന്നെ സ്നേഹിക്കേണ്ടത്? ഈശോ പറഞ്ഞു, ത്രേസ്യ, നീ പോയി ഒരു കുർബാനയിൽ സംബന്ധിക്കുക. വിശുദ്ധ പാദ്രി പിയോ പറഞ്ഞു, സൂര്യൻ അസ്തമിച്ചാലും ഈ ലോകം ചിലപ്പോൾ നിലനിന്നേക്കും. എവിടെ ബലി അവസാനിക്കുന്നുവോ, എവിടെ ബലിപീഠങ്ങൾ തകർക്കപ്പെടുന്നുവോ അന്ന് ലോകം അസ്തമിക്കും. ഈ ഭൂമി നിൽക്കുന്നത് ബലി നടക്കുന്നത് കൊണ്ടാണ്. ലോകത്ത് ഇത്രമേൽ പാപം നിറഞ്ഞിട്ടും, ഇത്രമേൽ തിന്മ കൊടികുത്തി വാണിട്ടും, പാപം ജഡത്തിന്റെയും മാംസത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും അഹങ്കാരത്തിന്റെയും അസൂയയുടെയും കോപത്തിന്റെയും ക്രോധ വൈരാഗ്യങ്ങളുടെയും പാപം വലിയ തീക്കാറ്റ് പോലെ ഭൂമി ആസകലം ആഞ്ഞടിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചം തകരാതെ നിൽക്കുന്നത്? 4.5 ലക്ഷം ബലിപീഠങ്ങളിൽ 24 മണിക്കൂറിൽ ബലി നടക്കുകയാണ്, കാൽവരിയിലെ ബലി. അതുകൊണ്ടാണ് ഈ ഭൂമി തകരാത്തത്. നിങ്ങൾ ദൂത് കേട്ടോളുക. നിന്റെ കുടുംബം തകരാതിരിക്കാൻ, നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ കെട്ടിപ്പിടിച്ച് കിടക്കേണ്ട ഇടത്തിന്റെ പേരാണ് ബലിപീഠം. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് പറയുകയാണ്, അതുകൊണ്ട് നീ ബലിക്ക് പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആകെ കൂടി താമസിച്ച് ചെല്ലുന്ന ഏകസ്ഥലം ദേവാലയമാണ്. ഞാൻ ഇങ്ങനെ എപ്പോഴും ഓർക്കാറുണ്ട്. ഞാൻ കോളേജിൽ പഠിപ്പിക്കുകയാണ്. കോളേജിൽ ഒരു പരീക്ഷ നടക്കുമ്പോൾ, പ്രധാനപ്പെട്ട ഒരു പരീക്ഷയ്ക്ക് നിങ്ങളുടെ മക്കൾ താമസിച്ചു പോയാൽ മതി എന്ന് നിങ്ങൾ പറയുമോ? ഇന്റർവ്യൂ ആണ്, 10 മണിക്ക് ഇന്റർവ്യൂ. 10 മണിയുടെ ഇന്റർവ്യൂവിന് 11 മണിക്ക് പോയാൽ മതി എന്ന് നിങ്ങൾ ആരെങ്കിലും പറയുമോ? പിക്നിക്ക് പോവാണ്, വെളുപ്പിനെ 2:30 മണിക്ക് പിക്നിക്ക് ആരംഭിക്കും, ഞങ്ങൾ 3:30 പോകൂ എന്ന് നിങ്ങൾ ആരെങ്കിലും പറയുമോ? നിങ്ങളുടെ മകനോ മകൾക്കോ ഒരു ഓപ്പറേഷൻ, ഒരു സർജറി നടക്കുന്നു, അത് 10 മണിക്ക് അഡ്മിറ്റ് ആവണം, ഞങ്ങൾ 11:30 അഡ്മിറ്റ് ആവൂ എന്ന് നിങ്ങൾ ആരെങ്കിലും പറയുമോ? ലോകത്തെ സകല കാര്യങ്ങൾക്കും നമുക്ക് കൃത്യനിഷ്ഠയുണ്ട്, ദേവാലയത്തിലും ദൈവിക കാര്യത്തിലും ഒഴികെ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ദൈവം അത്രമേൽ വിലകെട്ടവനായതുകൊണ്ടാണ്. നമ്മുടെ കുടുംബത്തിന് അത്ര വിലയില്ല നമ്മുടെ ദൈവത്തിന്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. ദേവാലയത്തിൽ ബലി നടക്കുമ്പോൾ അതിനിടയിൽ നിന്ന് മൊബൈൽ ഫോൺ കൊണ്ട് ഓടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോൺ വന്നാൽ നിങ്ങൾ എടുക്കുമോ? നിങ്ങളൊരു IPS ഓഫീസറുടെ മുറിയിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോൺ വന്നാൽ നിങ്ങൾ എടുക്കുമോ?
നിങ്ങളുടെ ദൈവത്തിന് ഒരു പോലീസുകാരന്റെ വില പോലും ഇല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ദേവാലയത്തിൽ നിന്ന് ഫോണും എടുത്തുകൊണ്ട് ഓടുന്നത്? ദേവാലയത്തിനകത്തിരുന്ന് ഫോൺ വിളിക്കുന്നവരെ, കുർബാനയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം എന്താണ്? നമ്മുടെ ദൈവം അത്രമേൽ വിലകെട്ട ദൈവമായതുകൊണ്ടല്ലേ. ആ ദൈവം ചോദിക്കുകയാണ്, എന്റെ മകനെ മകളെ, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട് ഏറ്റവും വേദന സഹിച്ച് ഇത് തന്നിട്ട് നിനക്ക് ഇതിനോട് താല്പര്യമില്ലേ?